ഹലോ, ഓട്ടോ ഒരു ഓമല്ലൂർക്ക്. എങ്കിൽ ഡീസലില്ല നീയാക്ക് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? ഞാൻ വേറെ വണ്ടി വിളിച്ചു പോവായിരുന്നല്ലോ. ഡീസലില്ലാതെ വണ്ടി ഓടോ പെങ്ങളെ? അടുത്ത ജംഗ്ഷനിൽ മൊബൈൽ കോർട്ട് ഉണ്ട്. എന്താ? വഴിയിൽ മൊബൈൽ കോർട്ട് ഉണ്ട്. വണ്ടിയുടെ FC ശരിയല്ല. അതുകൊണ്ട് നമുക്ക് ബൈപ്പാസ് വഴി പോവാം. അത് ഒരുപാട് ചുറ്റില്ലേ? വീട്ടിലെല്ലാരും എനിക്ക് വേണ്ടി കാത്തിരിക്കുക. ഞാൻ പോയിട്ട് വേണം ചടങ്ങ് നടത്താൻ. എത്തിയിട്ട് ഒത്തിരി നേരമായി. ഇത് നീ എടുത്തോ. ചേച്ചി പരവശത്തോട്ട് വരാൻ അമ്മ പറഞ്ഞു. സമയത്ത് എത്തിച്ചതിന് നന്ദി. ബാക്കിതാ അനിയന്റെ അടുത്ത് കൊടുത്തേക്ക്. കൈ കാണിച്ച നിനക്ക് വണ്ടി നിർത്തിക്കൂടെ? മൊബൈൽ കോർട്ടിനെ പോലും നിനക്കൊരു വിലയില്ല അല്ലടാ. ക്ഷമിക്കണം സാറേ, ഇവന്റെ ചേച്ചിയെ ശവാടക്കിന് മുമ്പ് ഇവിടെ എത്തിക്കാൻ നോക്കിയായിരുന്നു. ശവാടക്കോ? ഇയാൾക്ക് എന്താ വട്ടുണ്ടോ? ഇന്ന് എന്റെ ചേച്ചി പെണ്ണാണ് വന്നിരിക്കുക. അമ്മേ ആവൂ, എത്തിയോ മോളെ? ഞാൻ ആകെ വിഷമിച്ചിരിക്കായിരുന്നു. എത്ര നേരായി അവര് കാത്തിരിക്കുന്നറിയോ? ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? ട്രെയിൻ ലേറ്റായി പോയതല്ലേ. ആട്ടെ, അമ്മയ്ക്ക് ആളെ ഇഷ്ടായോ? എനിക്കിഷ്ടായി. ഫോട്ടോയില് കണ്ട പോലെ തന്നെയാ. നിനക്കും ഇഷ്ടപ്പെടും. നല്ല കുടുംബം, ജാതകവും നല്ല ചേർച്ചയാ. പക്ഷേ എന്താമ്മേ? ആ രാഘവനും കൂട്ടരും വന്ന് വല്ല കുഴപ്പമുണ്ടാക്കുന്ന എന്റെ പേടി. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടണേന്ന എന്റെ പ്രാർത്ഥന. രാഘവേട്ടൻ ഇപ്പോഴും ജയിലിൽ തന്നെയല്ലേ? പക്ഷേ അവന്റെ ചിങ്കിടികൾ പുറത്തുണ്ടല്ലോ. ഇതെല്ലാം അവർക്കറിയോ? ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഭാഗ്യം. ആ, നീ ചെന്ന് വേഗം കുളിച്ച് റെഡിയാവും. എവിടെ എവിടെ കാണട്ടെ. നല്ല ഐശ്വര്യമുള്ള മുഖം, നല്ല തറവാടിത്വം. മാമംഗലം തറവാട്ടിലെയാ? എന്റെ സീതമോക്ക് പറ്റിയ ചെറുക്കൻ തന്നെ. വല്യമ്മ, ഇതല്ല ചെറുക്കൻ, ചെറുക്കന്റെ കൂട്ടുകാരനാ, ഗോവിന്ദൻകുട്ടി. എനിക്ക് അപ്പോഴേ തോന്നി ഇങ്ങനൊരു മണ്ടൻ എന്റെ സീതമോക്ക് പറ്റില്ലല്ലോന്ന്. എവിടെടാ ചെറുക്കൻ? അവൻ അപ്പുറത്തോട്ട് മാറി നിൽക്കുക, ആരും കാണാതെ ചേർത്ത് വലിക്കാൻ. സിഗരറ്റോ? ഇല്ലില്ല, അവൻ സിഗരറ്റൊന്നും വലിക്കില്ല. ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അപ്പുറത്തോട്ട് മാറി നിൽക്കുക. പിന്നെ മൂത്രവും. ആള് ഡീസന്റാ അല്ലേ? കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേടി. പെണ്ണ് കാണല് ഇങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
നിൽക്കൂ. സീത കുളിക്കാൻ വന്നതല്ലേ, ഞാൻ പോയേക്കാം. കുളിച്ചില്ലെങ്കിലും പൗഡർ ഇട്ടില്ലെങ്കിലും ഫോട്ടോയിലേക്കാൾ സുന്ദരിയാണ് സീത. ട്രെയിൻ ലേറ്റ് ആയല്ലേ? അതെ, അതിന്റെ ധൃതിയിലായതുകൊണ്ടാ. സാരമില്ല, ഞാൻ ഓൾറെഡി ലേറ്റ് ആണ്. 2 മാസത്തെ ലീവ് ഏതാണ്ട് തീരാറായി. ഇതുവരെയും എന്റെ പല പോസിലുള്ള ഫോട്ടോകൾ ബ്രോക്കർമാരുടെ കൈ കിടന്ന് ചുറ്റിക്കളിക്കുകയായിരുന്നു. എന്നെ ഇഷ്ടപ്പെട്ടവരെ എനിക്ക് പിടിച്ചില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എന്നെ പിടിച്ചില്ല. പരസ്പരം ഇഷ്ടമായ ആദ്യത്തെ കേസായിട്ട് ഞാനിതിനെ കണക്കാക്കട്ടെ. എനിക്കിത്രയും മതി. അല്ല, ഡൽഹി വിട്ട് ഇവിടെ തന്നെ എന്തോ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്? ഇവിടുത്തെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ഏതാണ്ട് ശരിയായിട്ടുണ്ട്. മുകുന്ദ, നീ ഇവിടെ എന്തെടുക്കാ? എടാ, പെണ്ണ് വന്നു. ആ വന്ന പെണ്ണാണ് ഈ നിന്ന പെണ്ണ്. ജയന്തി, എന്താ ചേച്ചി? ഇത് കൊണ്ടുപോയി കൊടുക്കൂ. എന്താ ഇത്? രാസനാഥി പൊടി സീതേച്ചി തന്നു വിട്ടതാ. ഓ, നീയാണോടെ പുതുമണവാളൻ? എന്താ കാര്യം? കാര്യോ? എന്താ എന്താ ഇത്? ഇവിടുത്തെ സീത എന്ന് പറയുന്ന പെണ്ണേ ഞങ്ങളുടെ രാഘവേട്ടന്റെ സ്വന്താ. അവളെ പെണ്ണ് കാണാൻ വന്നവരൊക്കെ ഇടി കൊണ്ടിട്ടേ പോയിട്ടുള്ളൂ. ഇറങ്ങടാ വെളിയില്. അങ്ങനെ പേടിപ്പിക്കാൻ ഇതെന്താ വെള്ളരിക്കാൻ പറ്റണോ? നീ ഇറങ്ങണ വെളിയില്, ബ്ലഡി റാസ്കൽ. എന്താ മുകുന്ദ? ഉണ്ടെടാ, നിന്റെ തന്ത വരും. ഇറങ്ങി പോടാ തെണ്ടി. ഇത് ഭീഷണിയല്ല, രാഘവേട്ടന് വേണ്ടി ജയിലിൽ പോകാൻ ഞങ്ങൾ തീരാ. കരുതിയിരുന്നോടാ. അല്ല, എന്താ ഇവിടെ ഒരു ഒച്ചയും ബഹളവും കേട്ടത്? സതിയാ, ഞാൻ ഇത്രയും ഉച്ചത്തിൽ കിടന്ന് നിലവിളിച്ചിട്ട് നീ ഒന്നും കേട്ടില്ല? അല്ല, കുളത്തിൽ വീണപ്പോ ചെവിയിൽ വെള്ളം കയറിയത് കൊണ്ട് നിന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞില്ല. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ക്രിസ്മസ് കാരോൾ പാർട്ടി വന്നിട്ട് പോയതാ. ദേ എന്നെ ടിക്കറ്റ്. എന്താ സാറേ ഇരിക്കാത്തത്? ഈ സീറ്റ് മുഴുവൻ എനിക്ക് വേണം. അതെന്തിനാ സാറേ? കുറച്ചങ്ങ് നീങ്ങിയിരുന്നാ പോരെ? പോരാ, വേണമെങ്കിൽ 2 ടിക്കറ്റിന്റെ കാശ് ഞാൻ തന്നേക്കാം. എനിക്ക് നിൽക്കുന്നതാ ഇഷ്ടം. 2 കല്ലാട്ട് പാലം. വേണ്ട, 1 കല്ലാട്ട് പാലം. മറ്റേ കല്ലാട്ട് പാലത്തിന്റെ കാര്യം എനിക്ക് അറിയേണ്ട കാര്യമില്ല. ദാ. കോയിന്നുകുട്ടി, ഞാൻ മിണ്ടിപ്പോരുത്. ആൾക്കാരുടെ മുമ്പ് വെച്ച് എന്റെ നിധി വാങ്ങിക്കണ്ട. വിളിക്കല്ലേ? എന്തായാലും സംഭവിച്ചു. രണ്ടുപേരും കൈകൊട്, പിണക്കം മാറട്ടെ. അമ്മയ്ക്ക് എങ്ങനെ എളുപ്പം പറയാം? തല്ലുകൊണ്ടത് എനിക്കല്ലേ, അമ്മയുടെ സ്വന്തം മോനല്ലല്ലോ. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ. എന്നാ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ അല്ല അമ്മേ. ഞാൻ മല്ലനിയും മാധേവനുമാ. കൂട്ടുകാരനെ കരടിയുടെ മുന്നിൽ വിട്ടുകൊടുത്തിട്ട് മരത്തിൽ ചാടിക്കറിയ മാധേവൻ. ഇത് കേട്ടാ തോന്നുന്നു ഇവനെ തല്ലിക്കാൻ ഞാൻ ആളെ വിട്ടതെന്ന്. അങ്ങനെ ഒരു സംശയം എനിക്കില്ലാതില്ല. ഒന്ന് കോംപ്രമൈസ് ആവു ഗോവിന്ദൻകുട്ടി ചേട്ടാ, എന്നിട്ട് നമുക്ക് ഊണ് കഴിക്കാലോ. ഊണോ? ഇവിടുന്നോ? അതിനും ഉണ്ടാവില്ല. എന്താണ് സംഭവിച്ചതെന്ന് അമ്മയോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. 5-8 കൊല്ലം ഒന്നിച്ച് ഗൾഫിൽ ജോലി ചെയ്തു, ഒരുമിച്ചുണ്ട് താമസിച്ചു. നിനക്കൊരു പെണ്ണിനെ തപ്പിപ്പിടിക്കാൻ വേണ്ടി ഇവൻ എത്രയാ കഷ്ടപ്പെട്ടത്. എടാ, മാപ്പ് പറയാൻ. എടാ, നിന്റെ ഭാഗത്തും തെറ്റോട് മാപ്പ് പറയാൻ. മാപ്പ്. താങ്ക്സ്. ഇനി സത്യം പറ, എനിക്ക് തല്ലിയിട്ടിയപ്പോ നീ മാറിക്കളഞ്ഞല്ലേ? അതെ. എന്റെ ഈശ്വര, ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മേ, കുളത്തിൽ വെച്ച് ഞാനും സീതയും തമ്മിൽ പരിചയപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു.
ഒരു ഭാവി ഭാര്യയുടെ മുമ്പിൽ വെച്ച് തല്ല് വാങ്ങാനുള്ള ജാള്യത കൊണ്ടാണ് ഞാൻ മാറിക്കളഞ്ഞത്. ഒടുക്കത്തെ ഇടിയായിരുന്നു അമ്മേ. ചിരിക്കണ്ട, അവള് നിന്റെ ഭാര്യയാവുമ്പോ ഇതേപോലെ ആ ഗ്യാങ്ങിൽ നിന്ന് നിനക്ക് ശരിക്ക് കിട്ടിക്കോളും. അതോർക്കുമ്പോഴാണ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി കൊലക്കയറ് കഴുത്തിലിട്ട് കുരുക്കാൻ പറ്റുമോ? അയ്യോ, ഇത് അവന്മാരെ തന്നെ, രാഘവന്റെ ആൾക്കാർ. ഓടിക്കോ അങ്ങോട്ട്, അങ്ങോട്ട്, അമ്മേ, ഇങ്ങോട്ട്. അതുവഴി ബാത്റൂം എന്ത് വന്നാലും ഇവിടെ ആരും തീരെ കെട്ടുന്ന പ്രശ്നമില്ല. നീ കെട്ടില്ലല്ലേ? നിർത്തേ. സീതാലക്ഷ്മിയെ പെണ്ണ് കാണാൻ വന്നത് ഞാനാ, അവനല്ല. എത്ര അടിച്ചാലും ഇടിച്ചാലും ഞാൻ അവളെ കെട്ടും. മിടുക്കൻ. കിട്ടുന്നില്ലെങ്കിൽ കെട്ടണമെന്ന് പറയാനാ ഞങ്ങൾ വന്നത്. കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇയാളെ ഞങ്ങൾ ഇടിച്ചത്. 6 മാസം മുമ്പ് ഇതേ സീതയെ പെണ്ണ് കാണാൻ ചെന്നതിന് ആ രാഘവൻ എന്നെ കുത്തി വളർത്തി. അവനിപ്പോ ജയിലില്ല. സീതയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഞാനിപ്പോ അവളെ കെട്ടിയേനെ. അതുണ്ടായില്ല. തന്നെ കെട്ടാൻ അവൾക്ക് വിരോധമില്ലാന്ന് പറഞ്ഞു. എന്തായാലും രാഘവൻ അവളെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോ എന്ന് വയ്ക്കാൻ കല്യാണം? ഇതിൽ നിന്ന് പിന്മാറിയാൽ തന്നെ ഞാൻ കൊല്ലും. നാളെ വരാം. അപ്പോഴേക്കും ഡേറ്റ് തീരുമാനിച്ചിരിക്കണം. നീ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ നിന്നെയും തട്ടും. വാടാ പോവാ. അവര് തന്നെ കാര്യമായിട്ട് അങ്ങനെ ദേഹോദ്രം ഏൽപ്പിച്ചൊന്നുമില്ലല്ലോ. ഏയ്, പറഞ്ഞാ നീ വിശ്വസിക്കില്ല. ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. എന്റെ കാര്യം വിട്. തീരെ കെട്ടിയ രാഘവൻ നിന്നെ കൊല്ലും. കെട്ടിയില്ലെങ്കിൽ എവര് നിന്നെ കൊല്ലും. ഏത് രീതിയിൽ മരിക്കുന്നതാണ് നിനക്ക് ഇഷ്ടം? ഏതായാലും മരിക്കും. അപ്പൊ പിന്നെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടിയിട്ട് മരിക്കാം. ഉറപ്പാണോ? ഊണ് കഴിച്ചിട്ടേ പോവാം. ഈ കത്തിയും കമ്പൊക്കെ മറച്ചു വെക്കാൻ ആളുകൾ കാണും. പ്രശ്നമൊന്നുമില്ലല്ലോ. എന്ത് പ്രശ്നം? പോയി ധൈര്യമായി കെട്ടണം സാർ. അല്ല, മുഹൂർത്തത്തിന് ഇനി അരമണിക്കൂറുണ്ടേ. അര ദിവസമായാലും കുഴപ്പമില്ല. രാഘവന്റെ സിംഗിടികൾ വന്നാൽ അവന്മാരെ തവണ ഒടിയാക്കും. അത് മതി. സംഗതി ആകെ കുഴപ്പമായി. രാഘവൻ ജയിലിൽ ചാടി. ഞാൻ പറയുന്നത് സത്യമാണ്. ടെലിഫോൺ ബൂത്തിലെ നാസറ ബഷീറിനെ വിളിച്ച് പറഞ്ഞത്. വൈക്കോൽ കയറ്റി പോകുന്ന ലാരയുടെ പുറത്ത് രാഘവൻ എടുത്ത് ചാടി എങ്ങോട്ട് ഓടുന്ന നാസർ കണ്ടത്രേ. എങ്കിൽ അവൻ ഇങ്ങോട്ട് തന്നെ. ഒരു നിവൃത്തിയുമില്ല. കുറെ തലകൾ ഇവിടെ വീഴും. അത് ഉറപ്പാ. ജീവൻ വേണോ കല്യാണം വേണോ എന്ന് ഉടൻ തീരുമാനിച്ചോ. പിന്നെ കാണാം. ജനാർദ്ദന, ക്ഷമിക്കണം. വാസുവും കൂട്ടരുമായിരുന്നെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു. ഇത് രാഘവനാ. ഒരു രക്ഷയില്ല. അത് പിന്നെ ഒരു പിന്നെയില്ല. എന്ത് ചെയ്യടാ ഗോവിന്ദൻകുട്ടി? ഒന്നുകിൽ ആരും അറിയാതെ ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ ആ പെണ്ണിനെയും കൂടി വിളിച്ചോണ്ട് ഓടുക. രണ്ടാമത്തെ ഓട്ടം ആണെങ്കിൽ അത് ജീവിതകാലം മുഴുക്കുള്ള ഒരു ഓട്ടം ആയിരിക്കും. ഓരോട്ടവും വേണ്ട. ഇന്നാണ് മരണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് മരിക്കാം. ഞാനിപ്പോ വരാം. ഒന്ന് ഫോൺ ചെയ്തോ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഞാൻ സുമംഗലി കല്യാണ മണ്ഡപത്തിൽ നിന്ന് വിളിക്കാണ് സാർ. ജയിലിൽ ചാടിയ രാഘവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വന്നാൽ അവനെ പിടികൂടാം. റൈറ്റ് സാർ. അവനാണ് ആ തെണ്ടിയാണ് രാഘവന്റെ പെണ്ണ് കെട്ടാൻ ഇറങ്ങിയവൻ. പെണ്ണ് കാണാൻ ചെന്നതിൽ ഒരു തിരക്കുത്തി ജയിലിൽ പോയവനാണ് രാഘവൻ. എന്റെ ആളുകൾ നിനക്ക് വാണിംഗ് തന്നിട്ടും നീ അത് മറികടന്ന് കല്യാണ പന്തൽ വരെ എത്തി.
സീതയ്ക്ക് വേണ്ടി ജയിലും മറികടന്ന് ഞാനും ഇവിടെ എത്തി. നോക്കി രാഘവ, ഞാനല്ല, പിന്നെ ആരെതിർത്താലും ഈ കല്യാണം. നിർത്തണ പട്ടി, ആ താലി എടുക്കാൻ നിന്റെ കൈ ഞാൻ പൊക്കിക്കില്ലടാ. ഓടി വരണേ. കല്യാണം കളിക്കല്ലേ. നമുക്ക് സംസാരിച്ച് തീർക്കാം കാര്യങ്ങൾ. വിടാതെ. ഓടി വരണം. എന്റെ പെണ്ണിനെ കെട്ടിയാൽ മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷ നീ പ്രതീക്ഷിക്കണ്ട. എന്ത് സംഭവിച്ചാലും എത്ര കാലം കഴിച്ചാലും വിടില്ലടാ, വിടില്ല, വിടില്ല. നീ എല്ലാ ആളെന്ന് പറയായിരുന്നില്ലേ? എന്നിട്ട് എന്ത് ചെയ്യാൻ? കല്യാണം മുടക്കാൻ അയാൾ വന്നത്, അതിന് ഞാൻ കൂട്ടിക്കണമായിരുന്നോ? എന്തായാലും ആ തടസ്സം നീങ്ങിയല്ലോ. ലക്കി. കൊള്ളാഹി ആത്തേന ഇജാസലാസം വാഹദ് ഷഹീർ ഇന്ത മാഫി കലാം കിദാ അന സോഹജ് കലാസ് കബിൾ യോമേ കൈഫ അനഈജി പ്ലീസ് സർ ഇബഗസ് പുഗേറ്റ് മാഫി ലാസോ ഇബഗസ് പു ഒള്ളാഗി. ഓക്കെ സർ, ഓക്കെ സർ, മാസലാമി. എന്തായി മോനെ? ഫോണിൽ കൂടിയുള്ള സംസാരമായതുകൊണ്ട് അറബിക്ക് എന്നെ തല്ലാൻ പറ്റിയില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഇനി ഒന്നും ചെയ്യാനില്ല. മറ്റന്നാൾ ബോംബെ, പിറ്റേന്ന് രാവിലെ അബുദാബി. ഈ അറബികൾക്ക് മനസാക്ഷിയില്ലേ? കല്യാണം കഴിഞ്ഞ് 5 ദിവസം തികയുന്നതിന് മുമ്പ് നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറയാൻ. അറബികൾക്ക് നല്ലോണം മനസാക്ഷി ഉള്ളത് കൊണ്ടാണ് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ കഞ്ഞി പിടിച്ച് കിടക്കുന്നത്. ഇവിടെ കഞ്ഞിയാങ്ക് വിളമ്പ്, നല്ല വിശപ്പ്. ഒരാഴ്ചയെങ്കിലും എക്സ്റ്റൻഡ് ചെയ്ത് തരാൻ പറയായിരുന്നില്ലേ മുകുന്ദേട്ടാ? 1 മണിക്കൂർ പോലും അയാൾ സമ്മതിച്ചില്ല. കുറ്റം പറയാൻ പറ്റില്ല സീതേ. മാർക്കറ്റിംഗ് സെക്ഷനിൽ അധികം ആളില്ല. അലൈനിൽ പുതിയ ഫാക്ടറിയുടെ പേപ്പർ വർക്ക് പാതിയിൽ നിൽക്കുക. എങ്കിലും ആ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞിട്ട് പോരായിരുന്നോ കല്യാണം? പേപ്പർ വർക്കിന് അന്ത്യമില്ലല്ലോ. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് കഴിഞ്ഞാൽ വേറൊന്ന്. നീ പറഞ്ഞതുപോലെ ആണെങ്കിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കാൻ പറ്റൂ. ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് മുകുന്ദേട്ടൻ മടങ്ങി വരുമോ? അത് ഞാൻ ശ്രമിക്കാം. എനിക്ക് ഈ തമാശ ഒന്നും കേൾക്കണ്ട. പക്ഷെ എനിക്ക് നിന്റെ തമാശ കേട്ടേ പറ്റൂ. സീതേ, ഈ കരളിന്റെ ഉള്ളൊന്ന് കീറിയാൽ അതിനകത്ത് ഗൾഫിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ലാത്തൊരു മുകുന്ദനെ സീതക്ക് കാണാം. പക്ഷെ എന്ത് ചെയ്യും? ഇനിയുമുണ്ട് ഒത്തിരി കടം, പിന്നെ സ്വപ്നയുടെ അസുഖം, സുമയുടെ പിടുത്തം, എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ഇവിടെ തന്നെ കിട്ടിയിരുന്നെങ്കിൽ. പ്രശ്നങ്ങളൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ല. ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് 2 ദിവസം പോലും കഴിഞ്ഞില്ല. അമ്മയും അനിയത്തിമാരെയും ഒക്കെ ശരിക്കൊന്ന് പരിചയപ്പെടുക പോലും ചെയ്യുന്നതിന് മുൻപ് മുകുന്ദേട്ടൻ പോയാൽ. ഓ, അതാണോ പ്രോബ്ലം? അമ്മേ, സ്വപ്നേ, എല്ലാരും ഒന്ന് വേഗം വരൂ. എന്തിനാ അവരെ വിളിക്കുന്നത്? അല്ല, പരിചയപ്പെടുത്താം. ഇപ്പൊ പരിചയപ്പെടുത്താം. എന്താ വിളിച്ചത്? അമ്മേ, ഇതാണ് സീത. സീത, ഇതാണ് എന്റെ അമ്മ. ഇത് സ്വപ്ന, ഇത് സുമ. എല്ലാരും തമ്മിലൊന്ന് പരിചയപ്പെടൂ. അല്ലെങ്കിൽ അമ്മ അടുത്തോട്ട് ഒന്ന് ശക്തമായിട്ടൊന്ന് പരിചയപ്പെടൂ. പരിചയപ്പെടാനോ? അതെ, ശരിക്കൊന്ന് പരിചയപ്പെടാൻ. വേണമെങ്കിൽ കെട്ടിപ്പിടിച്ചൊക്കെ ഒന്ന് പരിചയപ്പെട്ടോളൂ. സത്യം പറയാമേ, അമ്മയുടെ മോൻ എത്ര നാൾ ഭ്രാന്താശുപത്രിയിൽ കിടന്നു. മൂന്നേട്ടന് പറ്റിയ ആളെ തന്നെ കിട്ടിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഭ്രാന്തില്ല. നീ ഇങ്ങനെ തുടങ്ങിയ ഞാൻ എങ്ങനെ ഇവിടെ നടക്കും? സീതയെ കണ്ണു തുടക്ക്. നിന്റെ ചിരിക്കുന്ന മുഖം കണ്ടിട്ട് വേണം എനിക്ക് ഇവിടെ നടങ്ങാൻ. എന്തോർത്തിട്ടാ ഞാൻ ചിരിക്കേണ്ടത്? വാ, തൽക്കാലം കണ്ണു തുടക്ക്. ഞാൻ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് വാതിലടച്ച് ഇഷ്ടം പോലെ കരയാലോ. എന്റെ ഒരു സമാധാനത്തിന് ഒരു പ്രാവശ്യം ഒന്ന് ചിരിച്ചൂടെ?
ഞാൻ ചെന്ന ഉടനെ എഴുതാം. നീ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ ഉടനെ അവിടുത്തെ ഫോൺ നമ്പർ അറിയിക്കും. ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഞാൻ വിളിക്കാം. അപ്പൊ അത്രയും സമാധാനം കിട്ടുമല്ലോ. അമ്മേ, കൂടുതൽ വിശദമായ യാത്ര ചോദിക്കലിനൊന്നും സമയമില്ല. ഞാൻ പോകുന്നു. അതൊക്കെ പോയാ മതി കേട്ടോ മോനെ. പിന്നെ ഇതെന്റെ ഒരേ ഒരു ഭാര്യയാണ്. നിങ്ങൾ എല്ലാവരും അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം കേട്ടോ. വല്ലതും കഴിക്കാം. വിശപ്പില്ലമ്മേ എന്ന് പറഞ്ഞാൽ എങ്ങനാ? ഉച്ചയ്ക്ക് നീ ഒന്നും ശരിക്ക് കഴിച്ചില്ലല്ലോ. സീതേച്ചിക്ക് 3 നേട്ടം പോയതിലുള്ള വിഷമാണമ്മേ. അതെയോ മോളെ? എന്തായാലും ഒന്നും കഴിക്കാതെ കോലം കെട്ടു പോയാ അവൻ എന്നെ വഴക്ക് പറയാ. നാളെ മുതൽ നിങ്ങളെയും പിരിയണമല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്കെന്തോ ഒരു വല്ലാതെ. എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങ് പോന്നാ പോരെ? ഇത് നല്ല ജോലിയാണോ മോളെ? നല്ലതാണോ എന്ന് ചോദിച്ചാ ഞാൻ ഡൽഹി ചെയ്ത അതേ ജോലി തന്നെ. ഏത് കമ്പനിയിലാ ചേച്ചി? ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാ. തോട്ടത്തിൽ ആയുർവേദശാല. മുതലാളി, ശുക്രൻ ഉച്ചത്തില ഇറങ്ങാൻ പറ്റിയ സമയ. ആ, ഞാൻ റെഡി. ഇനി പൂജ മാത്രമേ ബാക്കിയുള്ളൂ. എന്റെ ഈശ്വര ചതിച്ചോ? എന്ത് പറ്റിയടോ? ഇന്ന് തിങ്കളാഴ്ചയല്ലേ? അങ്ങയുടെ നാള് പ്രകാരം ഇന്ന് പൂജ കഴിഞ്ഞിട്ടേ കുളിക്കാവൂ. ആണോ? സ്വാതി സമുച്ചയം സോമവാരാന പൂജാതി കർമ്മസ്യ സാനാംശു പാഹിമ എന്നാണ്. മുടിഞ്ഞു. ഇതിന് പരിഹാരം ഒന്നും ഇല്ലേടോ? സൂര്യന് പ്രതീക്ഷയുള്ളിടത്ത് ഒരു വിശേഷാൽ പൂജ നടത്തണം. മുതലാളി കാശ് തന്നാ മതി. ഞാൻ ഇന്ന് തന്നെ സൂര്യനാർ കോവിലേക്ക് ആളെ വിട്ടോളാം. ഒരു നല്ല ജോത്സ്യന്റെ ലക്ഷണം പരിഹാരം നിർദ്ദേശിക്കലല്ല. പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് അത് ഒഴിവാക്കലാണ്. അല്ല, ഒന്നും പറയണ്ട. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചാൽ തന്നെ മാറ്റിയിട്ട് ഞാൻ വേറെ ജോത്സ്യരെ നിയമിക്കും. ഉവ്. ഉവ്വ്? എന്ത് ഉവ്വ്? എടോ എറാമൂളി, തനിക്കറിയാമോ? രാശിപ്രകാരം ജീവിക്കാനായിട്ട് ജ്യോതിഷം അറിയാവുന്ന ഒരു പെണ്ണിനെ തന്നെ തപ്പിപ്പിടിച്ച് കല്യാണം കഴിച്ചവനാണ് ഈ ശങ്കരവാര്യർ. എന്റെ ശ്രീദേവി ഉണ്ടായിരുന്ന കാലത്ത് ഇങ്ങനൊരു പിഴവും സംഭവിച്ചിട്ടില്ല. ഫോൺ എടുക്കാമോ? ഗോചരവശാൽ എങ്ങനെ? ശുഭമോ അശുഭമോ? ഗൗളി ശബ്ദം വെച്ചിട്ട് ശുഭവുമല്ല അശുഭവുമല്ല, ധൈര്യമായിട്ടെടുക്കാം. തോട്ടത്തിൽ ആര്യവൈദ്യശാല MD ശങ്കരവാര്യർ സ്പീക്കിംഗ്. സ്വാമിയാണോ? ഫാക്ടറിന്നാ. ദശമൂരാഷ്ടത്തിന്റെ പിപ്പല്യാസവത്തിന്റെ ലോഡ് കോയമ്പത്തൂർക്ക് അയക്കട്ടെ എന്ന്. ഒരു നമ്പർ പറയൂ. 1,200,012. ഒറ്റ നമ്പർ പറയൂ. 9. ഒരാഴ്ച കൂടി കഴിയട്ടെ എന്ന് പറ. ഒരാഴ്ച കൂടി കഴിയട്ടെ. ഞാൻ പറഞ്ഞിട്ട് ലോഡ് അയച്ചാ മതി. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് എന്തൊക്കെയാണ് വിഭവങ്ങൾ സരോജിനി അമ്മേ? ഇഡ്ഡലി, കറി, മുളകുപൊടിയും ഉരുളക്കിഴങ്ങ് സ്റ്റൂവും. ആഹു, കൊറേ നാളായി ഇഡ്ഡലിയും ഉരുളക്കിഴങ്ങ് സ്റ്റൂവും കഴിക്കണമെന്ന് വിചാരിക്കുന്നു. ഒരു 10-25 ഇങ്ങോട്ട് എടുത്തിട്ട്. ഇരിക്കലേ. ഇന്ന് ദ്വാദശിയാണ്. പ്രഭാത ഭക്ഷണം പാടില്ലാന്നുണ്ട്. ഓ, അത് ശരി. ഞാൻ ഓർത്തില്ല. എല്ലായിടത്തും ഫ്രിഡ്ജ് വെച്ചേക്ക്. ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് കഴിച്ചോളാം. അല്ല, ഉച്ചക്ക് ഗോതമ്പാഹാരമേ പാടുന്നുണ്ട്. കർക്കിടക രക്തം സ്വക്ഷേത്രത്തിൽ ഉച്ചനായി നിൽക്കുമ്പോ എല്ലാ തിങ്കളാഴ്ച. മതി. ഞാൻ ഇന്നൊന്നും കഴിക്കുന്നില്ല. എങ്കിൽ ഞാൻ കഴിക്കാം. അതെന്താ? തനിക്ക് ദ്വാദശി ഒന്നും ബാധകമല്ല. അസുരഗണമായതുകൊണ്ട് എനിക്കത് പ്രശ്നമല്ല. എന്നാലും എനിക്ക് പ്രശ്നമാണോ? ഇത് തന്റെ അവസാനത്തെ കഴിപ്പായിരിക്കും. ഞാൻ ഇറങ്ങുക. മുതലാളി, അയ്യോ, പുറകിന് വിളിച്ചു. അമേരിക്കയിൽ നിന്ന് മോള് വിളിച്ച എന്തോ പറയണം. അവിടെ തന്ത ചത്തുപോയി എന്ന് പറ. എടി, രാത്രി വിളിക്കാൻ പറയടി. ഇന്ത്യൻ സമയം 9 താരീഖ്. പുറകേന്ന് വിളിച്ചാൽ എന്താടോ ഫലം? ഏതെങ്കിലും വന്യമൃഗങ്ങളെ കാണേണ്ടി വരുമെന്നാ ഫലം. താൻ പറഞ്ഞ ഫലിച്ചു. ദേ വന്നു. എന്താടാ? ഇന്ന് വന്യമൃഗങ്ങളെ കാണാൻ യോഗം ഉണ്ടെന്ന് ജോത്സ്യര് പറഞ്ഞു. കോളേജിൽ വെച്ച് തന്നെ ജിറാഫ് സുമാരനല്ലേ വിളിച്ചിരുന്നത്. ഒരു കാലം. പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? ഹാപ്പി ന്യൂസ്. അതല്ലടോ, ഹെർബൽ പ്ലാന്റേഷനുമായുള്ള കേസ് നമുക്ക് അനുകൂലമായി വിധിയായി. അങ്ങനെ സ്ഥിരമായി കേസുകൾ ജയിക്കുന്നോണ്ടാണല്ലോ എന്നെ തന്റെ പെർമനന്റ് ലീഗൽ അഡ്വൈസറായി നിയമിച്ചിരിക്കുന്നത്. എന്നെ തന്റേതെന്ന് പറയടോ. എന്നെ തന്റേത്. താൻ കാറി കയറി. നോനോ, ഞാൻ കോർട്ടിലേക്കാ. നമുക്ക് വൈകുന്നേരം ക്ലബിൽ. ശരി. ഡ്രൈവർ വിളിയടോ. യതീന്ദ്രദാസ് വായിൽ കൊള്ളാത്ത പേരിടും. യതീന്ദ്രദാസേ, അതിന് പേരിട്ട ഞാനാണോ? താൻ ആരടോ? സീതാലക്ഷ്മി, താങ്ക് യു. അപ്പോയിന്റ്മെന്റ്. അയ്യോ, അതൊന്നും എനിക്ക് കാണണ്ട. അല്പം കൂടി കഴിഞ്ഞാൽ വല്യച്ഛൻ വരും. ഐ മീൻ
ദ മാനേജിംഗ് ഡയറക്ടർ. എങ്കിൽ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. അയ്യോ എന്തിന്, ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാലോ. സീത മാരീഡ് ആണോ? ആ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഗൾഫിലാണ്. വെരി ഗുഡ്. ഞാൻ പ്രേംമോഹൻ, മാനേജറാ. പിന്നെ ഞാനും തോട്ടത്തിൽ ഫാമിലിയാ. അതെ, വല്യച്ഛനെ പോലെ ഞാൻ അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല കേട്ടോ. ഐ എം വെരി ലിബറൽ. പ്രത്യേകിച്ച് സീതയെ പോലുള്ള സുന്ദരികളോട്. പിന്നെ ഞാൻ ഒരു സത്യം പറയട്ടെ, റിയലി യു ആർ വെരി ബ്യൂട്ടിഫുൾ. സാർ എം ഡി എത്തി. ആ, വല്യച്ഛൻ വന്നിട്ടുണ്ട്. സീത പോയിക്കോളൂ. ഗുഡ് മോർണിംഗ് സർ. വേണ്ട വേണ്ട, അതിവിടെ വേണ്ട. എന്തുകൊണ്ടാണെന്നറിയോ? ഒരാൾ ഗുഡ് മോർണിംഗ് പറയാൻ എടുക്കാൻ സമയം 5 സെക്കൻഡ്. എന്റെ മുഴുവൻ തൊഴിലാളികളും ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ സമയം ഒത്തിരി പോകും. അതിന്റെ നഷ്ടം ആർക്കാ? മുതലാളിയായി എനിക്ക്. സോ ഹിയർ നോ ഗുഡ് മോർണിംഗ്, നോ ഗുഡ് ആഫ്റ്റർനൂൺ, നോ ഗുഡ് ഈവനിങ്, നോ ഗുഡ് നൈറ്റ്. അണ്ടർസ്റ്റാൻഡ്? ബഹുമാനം മനസ്സിൽ മാത്രം മതി. ഇത് പണിക്കരെ. ഓ, തെക്കിന്ന് വിളിച്ചം കയറി ഇരുന്നോളൂ. കുട്ടി ഇരിക്കൂ. എന്താ നക്ഷത്രം? അശ്വതി. ആ, പണിക്കരെ. ഞാൻ നോക്കിയതാ മുതലാളി. 10-ൽ രാഹു, 8-ൽ കേതു, 11-ൽ ശുക്രൻ. കമ്പനിയുമായി നല്ല പൊരുത്തം. ആഹാ, നല്ല സമയമാണ്. ജോയിൻ ചെയ്തോളൂ. അതാണ് സീറ്റ്. എടാ പ്രേമ, നീ ഒന്ന് ഇവിടം വരുവാ. പിന്നെ ഇവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. നമ്പർ 1, കൃത്യസമയത്ത് ഓഫീസിലെത്തണം. നമ്പർ 2, വർക്കിംഗ് അവേഴ്സിൽ മറ്റ് സ്റ്റാഫുകളുമായി പരദൂഷണം പറയുകയോ പൈങ്കിളി വാരികൾ വായിക്കുകയോ ഉറക്കം തൂങ്ങുകയോ ചെയ്യാൻ പാടില്ല. നമ്പർ 3, ചെറുപ്പക്കാരുമായി സ്ത്രീകൾ ഒട്ടും ഇടപഴകാൻ പാടില്ല. നമ്പർ 4, ചിട്ടി, കുറി, കടം മേടിക്കൽ, പലിശയ്ക്ക് കൊടുക്കൽ എന്നിവ കമ്പനിക്കുള്ളിൽ പാടില്ല. പിന്നെ നമ്പർ 5, ചതിവ്, വഞ്ചന ഇവയ്ക്കൊന്നും ഒരിക്കലും മാപ്പ് കൊടുക്കുന്നതല്ല. യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായി സർ. എന്താ വിളിച്ച? ഇത് കമ്പനിയുടെ പുതിയ സ്റ്റെനോകം ടൈപ്പിസ്റ്റ് ആണ് സീതാലക്ഷ്മി. നീ നമ്മുടെ ഓഫീസിന്റെ രീതികളെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. വരൂ. ഓഫീസിന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മനസ്സിലാക്കിച്ചാ മതി. പോയിക്കോളൂ. പോടാ. അല്ല മുതലാളി, ആ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് അവസാനം പറഞ്ഞത് വേണ്ടായിരുന്നു. എടോ, മനസ്സിൽ തോന്നുന്നത് പറയും, പറയുന്ന പ്രവർത്തിക്കും. അതാണ് ശങ്കരവാര്യർ. മനസ്സിലായോ? അതെനിക്ക് മനസ്സിലായി. തനിക്ക് ഉണ്ട മനസ്സിലായി. അബുദാബി നമ്പറിൽ ആരും ഫോൺ എടുക്കുന്നില്ല. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഓഫീസും ഇല്ല. സീത ഇങ്ങനെ കാത്തിരിക്കണ്ട, അവൻ വിളിക്കും, വിളിക്കാതിരിക്കില്ല. ഇന്ന് 4:30 എന്തായാലും ഇവിടെ വിളിക്കാമെന്ന് എനിക്ക് പ്രോമിസ് തന്നതാ. അങ്ങനെ പല പ്രോമിസും അവൻ എനിക്കും തരാറുള്ളതാ. ഇപ്പൊ 4:30 കഴിഞ്ഞല്ലോ. സീത ഹോസ്റ്റലിലേക്ക് പൊക്കോളൂ. പല വിവരവും വന്നാൽ ഞാൻ അറിയിക്കാം. ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. അതുകൊണ്ടല്ല, ഗൾഫിലെ കാര്യമല്ലേ. ദൂരെ വർക്ക്സൈറ്റിലോ മറ്റോ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ. ബോംബെന്ന് വിളിച്ചില്ലല്ലോ. ഇത്രയൊന്നും വേവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ അവനായിരിക്കും. ഹലോ, ഗാഗോ ട്രാവൽസ്. ഗായത്രിയോ? ഗായത്രി ടിമ്പേഴ്സ് അല്ലേ? പറയൂ. ആ കാലമാടൻ ഇപ്പൊ വന്നു. പിന്നെ എന്താ? കസ്റ്റമറിന്റെ പേര് കാലമാടൻ അല്ലേ? ഓക്കെ, ടിക്കറ്റ് റെഡിയാക്കാം. പറയൂ പറയൂ പറയൂ. ഇപ്പൊ എവിടെ കാണും? അമ്പലം. ഞാൻ അവിടെ എത്തിക്കൊള്ളാം. അലവലാതി ഇപ്പൊ എവിടുന്ന ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ചത്ത് തുറഞ്ഞിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. സേലത്തായിരുന്നു അത്രേ. പഴയ ആളൊന്നുമല്ല. കൂളിംഗ് ഗ്ലാസും പച്ച പാന്റും ചുവപ്പ് ബനിയനും മാരുതിക്കാറും എന്ന് വേണ്ട അച്ഛന്റെ കണ്ണാകെ മഞ്ഞളിച്ചിരിക്കാൻ. 3 കൊല്ലം കൊണ്ട് ഇവൻ ഇതെങ്ങനെ ഒപ്പിച്ചു? വല്ലവനെയും കൊന്നു കാണും. എന്നാലും നിന്റെ തന്തയ്ക്ക് നാണമല്ലേ? അന്ന് നിന്നെ കെട്ടണമെന്ന് പറഞ്ഞതിന് എവന്റെ ചെകിട്ടത്തൊരെണ്ണം പൊട്ടിച്ചല്ലേ? എത്ര പെട്ടെന്നാണ് ആള് മാറുന്നത്. അന്ന് ഫൽഗുണൻ ചേട്ടന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ലല്ലോ. ഫൽഗുനൻ ചോട്ടനോ? അത് വേണ്ട. തമാശയ്ക്ക് പോലും നീ മറ്റൊരാളെ ചേട്ടൻ എന്ന് വിളിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നിന്നോടവൻ വല്ലതും സംസാരിച്ചോ? എനിക്കൊരു സ്വർണ്ണ ചെയിൻ തന്നു. നീ അത് വാങ്ങിച്ചോ? അച്ഛൻ വാങ്ങിച്ചോളാൻ പറഞ്ഞു. നീ അത് വാങ്ങിച്ചോന്നാണ് ഞാൻ ചോദിച്ചത്. വാങ്ങിക്കാതെ പിന്നെ? അപ്പൊ അച്ഛൻ പറഞ്ഞാൽ നീ ആ നാറിയെ കെട്ടുകയും ചെയ്യോ? ഇതൊരു വഴിയാണ്. വഴി എന്നെ കൊണ്ടത്. ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് ട്രാവൽ ഏജൻസി തുടങ്ങിയപ്പോ തൊട്ട് നിന്റെ തന്റെ തീയടി പണി തുടങ്ങിയതാ.
ഒരു ദിവസം എനിക്ക് എത്ര വരുമാനമുണ്ട്, എന്തൊക്കെ ചെലവുകളുണ്ട്, അന്തസ്സുള്ള തന്തമാര് ചെറുക്കന്റെ വരുമാനം മാത്രമല്ല നോക്കേണ്ടത്. ഞാൻ ആൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇപ്പൊ നീ പൊക്കോ. ഹൈ. വടക്കും മാമ വടക്കും. ആ ഫൽഗുണൻ എത്തിയോ? കാര്യമായിട്ടാണല്ലോ വരവ്. സേലത്തായിരുന്നെങ്കിൽ 10-25,000 രൂപ കിട്ടേണ്ട സാധനമായിരുന്നു. ഇവിടെ ഇപ്പോൾ 45,000 ആയിക്കോട്ടെ. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എത്ര വേണമെന്ന് ചെലവാക്കുക എന്നത് എന്റെ ഒരു ഹോബി ആയിപ്പോയി മാമ. എന്താ ഫൽഗുണ ഇതൊക്കെ? അമ്മായിക്കൊരു സാരി, പിന്നെ ഗായത്രിക്ക് ഒരു പാവാട പെറ്റിക്കോട്ട്, പിന്നെ നീ ഇങ്ങനെ ചെലവാക്കാൻ തുടങ്ങിയാൽ ചെലവാക്കാൻ എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമില്ലേ മാമ? പിന്നെ മാമന് ഞാൻ അസൽ ഗൂഗിൾ ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട്. അണ്ണാമലൈ പടത്തിൽ രജനികാന്ത് കോട്ടമാതിരി ഒരു കണ്ണട്ടെ. വേണ്ട, അത് നിനക്ക് തന്നെയാ ശരിയാ. പിന്നെ മാമ ആകെ ലാഭത്തിൽ കിട്ടിയത് ഈ VCR ആണ്. JVC മേഡ് ഇൻ ജപ്പാൻ. ഒന്നും വേണ്ട പോലെ. ആദ്യം നീ വീട് പണിയൊക്കെ തുടങ്ങ്. നിനക്കും വേണ്ടേ ഒരു കല്യാണമൊക്കെ? അതിനുള്ള പണമൊക്കെ ഞാൻ ബാങ്കിൽ ഇട്ടിട്ടുണ്ട് മാമ. നീ എന്താ നോക്കി നിൽക്കണത്? അവന് ചായ കൊണ്ടുപോയി കൊടുക്ക. നിനക്കിപ്പോ ഫോറിൻ സാധനങ്ങളുടെ കച്ചവടമാണോ ഫൽഗു? എനിക്ക് കുറച്ച് ഫോറിൻ ടൂത്ത് ബ്രഷും പേസ്റ്റും ഒക്കെ വേണമായിരുന്നു. നിന്റെ ഉണ്ടാവോ? കാശ് ഞാൻ തരാം. ഞാനേ ഇതെല്ലാം എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൊണ്ടുവന്നതാ. നിന്റെ പ്രിയപ്പെട്ടവരൊക്കെ ചത്തുപോയില്ലേ? നീ ഒറ്റത്തടിയല്ലേ? ഇതൊക്കെ ഇവൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അമ്മാവന് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയായിരുന്നു. സ്നേഹമുള്ളവർ അങ്ങനെയാ, പറയാതെ തന്നെ കൊണ്ടുവരും. അതിന് ഇവന്റെ കയ്യിൽ എവിടുന്നാണ് മാമ കാശി? ഇവന്റെ ഗാഗോ ട്രാവൽസ് നഷ്ടത്തിലാണ്. ഞാൻ വന്ന അന്ന് തന്നെ മനസ്സിലാക്കി. അത് ഞാൻ ഇൻകം ടാക്സ് വെട്ടിക്കാൻ കണക്കിൽ നഷ്ടം കാണിക്കുന്നല്ലേ. അമ്മായി ഗായത്രി എവിടെ? ഗായത്രി എന്തിനാ ഇപ്പൊ അവളെ? അല്ല, ഈ പാഠ്യവിഷയങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവൾ എന്റെ അടുത്ത് ചോദിച്ചാണ് ക്ലിയർ ചെയ്യാറുള്ളത്. അങ്ങനെ ഗോവിന്ദൻകുട്ടി, ഒരു കാര്യം പറഞ്ഞേക്കാം. നീ എന്റെ മരുമകനാണെന്നുള്ളതൊക്കെ ശരി, പക്ഷേ നിന്റെ ഈ അതിരി കടന്ന പെരുമാറ്റം ഉണ്ടല്ലോ, അതെനിക്ക് അത്ര ഇഷ്ടമാവുന്നില്ല. തുറന്ന് പറയാമല്ലോ, ഗായത്രി പ്രായം തികഞ്ഞ പെണ്ണ. വെറുതെ ആളുകളെ കൊണ്ട് അതും ഇത് പറയിക്കരുത്. അമ്മാവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഓരോ അനുഭവങ്ങളാണല്ലോ മനുഷ്യനെ പലതും പഠിപ്പിക്കുന്നത്. ചായ വല്ലതും വേണമെങ്കിൽ വാങ്ങി കഴിച്ചിട്ട് വയ്ക്കോ. അയ്യോ, പാല് തീർന്നു പോയല്ലോ. വേണ്ട അമ്മായി, സൽക്കാരത്തിന് നന്ദി. അമ്മേ, ചേച്ചി വന്നു. മോളെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. മൂന്ന വിളിച്ചോ മോളെ? ഒരാള് എവിടെയും വിളിച്ചില്ലമ്മേ. ഗോവിന്ദൻകുട്ടിയുടെ ഓഫീസില് പലതവണ ചെന്ന് നോക്കി. എനിക്കാകെ എന്തൊരു ചെറുക്കനാ ഇവൻ. സ്വപ്നയ്ക്കാണെങ്കിൽ ഉച്ച മുതലൊരു നെഞ്ചുവേദന, ഒരു സ്വസ്ഥതയില്ലാണ്ടായി. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയില്ലേ? നീ വന്നിട്ട് നാളെ പോകാമെന്ന് കരുതി. എങ്ങനെയുണ്ട് മോളെ? ഒന്നുമില്ല ചേച്ചി, അമ്മ വെറുതെ ബേജാറാവുന്നതാ. വെറുതെയോ? നമുക്ക് വേണേ ഇപ്പൊ തന്നെ ഡോക്ടറെ കാണാമേ. വേണ്ട മോളെ, ഇനി നാളെ മതി. നീ ചെന്ന് ഡ്രസ്സൊക്കെ മാറ്, ഞാൻ ചായ എടുക്കാം. ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ എന്നെ മറന്നുപോയ മൂന്തേട്ട. വേണ്ടായിരുന്നു എന്നോട് ഇങ്ങനെ ചെയ്യൂന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. വരുന്നുണ്ട്.
അല്ല ഇതാര് ഫൽഗുവോ? അതെ, എന്റെ സ്കൂട്ടറിന് ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. പിന്നെ എന്നോട് ക്ഷമിക്കണം, അമ്മാവന്റെ വീട്ടിൽ വെച്ച് എനിക്ക് നിന്നെ അഭിനന്ദിക്കാൻ പറ്റിയില്ല. എന്തിന്? ഓ, ഒന്നും എനിക്ക് അറിയില്ലെന്നാണ് നിന്റെ വിചാരം. അമ്മാവനെല്ലാം എന്നോട് പറഞ്ഞു. ഗായത്രിയുടെ ഭാഗ്യം, ഇത്രയും മിടുക്കനായ ഒരുത്തിനെ അവക്ക് ഭർത്താവായിട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പണ്ട് നീ തല്ലിപ്പൊളിയായിരുന്നു, പക്ഷെ ഇപ്പൊ നീ നല്ല നിലയിലായില്ലേ. പിന്നെ ചേലത്ത് നീ കട്ടും പിടിച്ചു കുറച്ചു നോക്കിയാണ് കാശുണ്ടാക്കിയെന്ന് അസൂയക്കാര് പറയുന്നല്ലേ, അത് ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ അമ്മാവനോട് പറഞ്ഞു, ഫൽഗു നല്ലവനാണ്, ഫൽഗുവിന് തന്നെ ഗായത്രിയെ കെട്ടിച്ചു കൊടുക്കണം. ആണോ? എന്താ സംശയം? നമ്മൾ ഒരുമിച്ച് മണ്ണപ്പം ചുട്ടും അച്ഛനമ്മ കളിച്ചും വളർന്നവരല്ലേ ഫൽഗു. ഞാൻ അതൊന്നും മറന്നിട്ടില്ല. നേര് പറഞ്ഞാൽ നീ ചെയ്യുന്ന ഒരു പുണ്യ കാര്യമാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ, അവളുടെ ബുദ്ധിമോശം കൊണ്ട് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് കരുതി ജീവിതകാലം മുഴുവൻ അവൾ ആ തെറ്റ് ആവർത്തിക്കണമെന്നില്ലല്ലോ. തെറ്റോ? എന്ത് തെറ്റ്? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഒരു കാര്യം ചെയ്താൽ മതി, കല്യാണം കഴിഞ്ഞാൽ ഉടൻ നീ ഗായത്രി അങ്ങ് സേലത്തേക്ക് കൊണ്ടുപോയിക്ക്. അവൻ സേലം വരെ വന്നൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ വഴിയില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഏതവന്റെ കാര്യമാണ് നീ പറയുന്നത്? അതൊന്നും കുഴപ്പമില്ല ഫൽഗു. കൗമാരത്തിന്റെ ചോരത്തിളപ്പിൽ അതൊക്കെ വെറും സ്വാഭാവികം. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ക്ലാസ് കട്ട് ചെയ്യുക, കാമുകന്റെ കൂടെ സിനിമയ്ക്ക് പോവുക, കാമുകൻ താമസിക്കുന്ന ലോഡ്ജിൽ കഴിയുക, ഇതൊക്കെ അത്രയ്ക്ക് വലിയ തെറ്റായിട്ട് നമ്മൾ കാണേണ്ട കാര്യമുണ്ടോ? അത്രയൊക്കെ ഗായത്രിയും ചെയ്തിട്ടുള്ളൂ. അതിന് നാട്ടുകാർ പിന്നെ കുത്തിപ്പൊക്കി ബഹളം ഉണ്ടാക്കി നാട്ടുകേസാക്കി. ഈ നാട്ടുകാർക്ക് ഇതിലെന്ത് കാര്യം? ഞാൻ പോട്ടെ ഫൽഗു, ഇനി എവിടെ കൊണ്ടുപോയാണോ ഈ സ്കൂട്ടർ ഞാൻ ശരിയാക്കുന്നത്. അത്ഭുതം, സ്റ്റാർട്ടായി. ഭാഗ്യവാന്മാരുടെ കൂടെ ഇടപെടിക്കാൻ ഫലം കിട്ടുമെന്ന് പറയുന്നത് എത്ര ശരി. പറ്റേ ഫൽഗു. സ്വപ്നേ സ്വപ്നേ, ആരോ വാതിൽ മുട്ടുന്നു. ആരാ? ഞാനമ്മേ വാതിൽ തുറക്ക്. ബോംബെയിൽ എത്തിയപ്പോ ഒമാൻ എയറിൽ കൺഫർമേഷൻ ഇല്ല, ഗൾഫ് എയർ ആണെങ്കിൽ ഫുൾ. എയർ ഇന്ത്യയിൽ റീഇംബേഴ്സ് ചെയ്യാൻ സാധിച്ചില്ല. ഒക്കെ വിശദമായി നാളെ പറയാം. എനിക്കൊന്ന് കുളിക്കണം, ഒന്ന് ഉറങ്ങണം. നീ വല്ലതും കഴിച്ചോ മോനെ? ഓ, കഴിച്ചു കഴിച്ചു കഴിച്ചു. മൂന്തേട്ടൻ പോയ നാട്ടിലൊന്നും ടെലിഫോൺ ഇല്ലായിരുന്നോ? ഞാൻ ആകെ കൺഫ്യൂഷനിലായിരുന്നു. ടെലിഫോൺ വിളിക്കണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷനോ? അതല്ല, എന്ത് തീരുമാനിക്കണം എന്നുള്ള കൺഫ്യൂഷൻ. എന്ത് തീരുമാനിച്ചാലും ഒന്ന് വിളിക്കാൻ തോന്നാത്തത് മനസ്സിൽ സ്നേഹമില്ലാത്തത് കൊണ്ടാ. എത്ര തവണ ഞാൻ ട്രാവൽസ് ചെന്നിരുന്നു. സീത, ഞാൻ പറയുന്നത് എന്താ? ഒന്നും എനിക്ക് കേൾക്കണ്ട. എന്തൊക്കെ പ്രോമിസുകളായിരുന്നു, ഒക്കെ നേർക്ക് നേരെ മാത്രം. കൺമുന്നിന്ന് മാറിയപ്പോ സകലതും മറന്നു. അതെ, ഞാനിത് വേണ്ട, എന്നെ തൊടണ്ട. ഇനി ഞാനൊരു സത്യം പറയട്ടെ. എല്ലാം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഫോൺ വിളിക്കാതിരുന്നത്. ഞാനിനി ഗൾഫിലേക്ക് പോകുന്നില്ല. രാഘവന്റെ ഭീഷണി നിലനിൽക്കുമ്പോൾ എന്ത് സമാധാനത്തിൽ ഞാൻ അവിടെ കഴിയും? ബോംബെയിൽ വെച്ച് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു പരസ്യം കണ്ടു. എന്താ പറയാ, ആക്സിഡന്റൽ കോയിൻസിഡൻസ് ആണോ, പ്ലസന്റ് സർപ്രൈസ് ആണോ എന്നൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റില്ല. മാർക്കറ്റിംഗ് മാനേജേഴ്സ് വാണ്ടഡ്, മിനിമം 5 years എക്സ്പീരിയൻസ് റിക്വയർഡ്. അപ്പൊ തന്നെ STD വിളിച്ചു, MD-യുമായി സംസാരിച്ചു. ഫീൽഡിൽ എന്റെ പരിചയം പറഞ്ഞു. കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇനി കമ്പനി ഏതെന്നറിയണ്ടേ? നീ ജോലി ചെയ്യുന്ന അതേ കമ്പനി. സന്തോഷിക്കാറായിട്ടില്ല. പരസ്യത്തിലൊരു കാര്യമുണ്ട്, കല്യാണം കഴിച്ചവർക്ക് ഈ ജോലിയില്ല. കല്യാണവും ജോലിയും തമ്മിൽ എന്ത് ബന്ധം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തനി വട്ടൻ. അല്ലെങ്കിൽ പിന്നെ ഇക്കാലത്ത് എപ്പോഴും ഒരു ജോലിസിനെ കൂടെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ ഫുൾ ടൈം കമ്പനി കാര്യങ്ങൾ നോക്കി നടക്കുന്ന ഒരാളെ ആയിരിക്കും അങ്ങേർക്ക് ആവശ്യം. പെണ്ണും പെടക്കോഴിയൊക്കെ ഉണ്ടാവുമ്പോ അല്പശ്രദ്ധ അങ്ങോട്ട് തിരിയില്ലേ? ഞാൻ ഫോണിൽ കണ്ണടച്ചങ്ങ് കാച്ചി കല്യാണം കഴിച്ചിട്ടില്ലെന്ന്. ഞാനും സീതയും ഓഫീസിൽ പരിചയമില്ലാത്തവരെ പോലെ പെരുമാറിയാൽ മതിയല്ലോ.
നീ വിശ്വസിക്കില്ല ഗോവിന്ദൻകുട്ടി, വെരി അട്രാക്റ്റീവ് സാലറി, ഏകദേശം ഗൾഫിൽ കിട്ടുന്നതിന് തുല്യം. എങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, പല്ലും നഖവും ഉപയോഗിച്ച് ഈ ജോലി തട്ടിയെടുക്കുക തന്നെ. പക്ഷെ വല്ല വിധേനയും ഈ നാടകം പിടിക്കപ്പെട്ടു പോയാൽ ആ വട്ടം നിന്നെ തട്ടും. അതുകൊണ്ട് തൽക്കാലം ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് സീതയുടെ വീട്ടുകാരെയും നിന്റെ വീട്ടുകാരെ അറിയിക്കണ്ട. എന്തെങ്കിലും ആവശ്യത്തിന് അവർക്ക് നിന്നെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ ഫോൺ നമ്പർ കൊടുത്തേക്ക്. ആ വാ മോളെ. ഹായ് ഡാഡ്, ഹൗ ആർ തിങ്സ് ഗോയിങ് ഓൺ? ആ ഇതാ ഒരു 4 എണ്ണത്തിനെ കിട്ടി. മറ്റവന്മാരെയൊക്കെ പറഞ്ഞു വിട്ടു. ആ ഇത് എന്റെ മകൾ അഖില. ഹായ്. അമേരിക്കയിൽ നിന്ന് ചൂടോടെ ഇന്നലെ വന്ന് ഇറങ്ങിയതാ. ഇവള് അവിടെ MBA പഠിച്ചതാ. ഇവളെ ഇംപ്രസ് ചെയ്യിക്കുന്നവൻ ഇവിടെ വാഴും, അല്ലാത്തവൻ പോകും. ഇനി ജാതകം കൂടി പരിശോധിച്ചാ മതി. ജാതകമോ? അതെന്തിന്? മോളെ, നേരിട്ട് കണ്ടാൽ ചിലരുടെ ശരിക്കുള്ള സ്വഭാവം പിടികിട്ടുകയല്ല. ജാതകം കണ്ടാൽ ഉള്ളികളികൾ മുഴുക്ക ഉടനെ മനസ്സിലാവും. ഡാഡി, ഇയാളാണ് ഡാഡിയെ ഇത്രയും വഷളാക്കിയത്. ഈ കോമാളിത്തരങ്ങൾ കാരണം കമ്പനി ഏതാണ്ട് കുത്തഴിഞ്ഞ മട്ടില്ല. ഐ നീഡ് സംബഡി ടു ഹെൽപ് മീ ടു റിവൈവ് എവറിത്തിങ്. പുതിയ പുതിയ ഐഡിയാസ്, പുതിയൊരു കാഴ്ചപ്പാട്, അതാണ് വേണ്ടത്. ജാതകം ഒന്ന് നോക്കിയിട്ട് തിരിച്ചു കൊടുക്കാം മോളെ. ആദ്യം കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി അറിയുക, പിന്നെ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യാനാകുമെന്ന് ചിന്തിച്ച് വിശദമായി ഒരു പ്രോജക്ട് റിപ്പോർട്ട്. എന്റെ അഭിപ്രായത്തിൽ തന്റെ അഭിപ്രായം ആരും ഇവിടെ ചോദിച്ചില്ല. നോ ഡാഡി, അയാൾ പറയട്ടെ. പറയട്ടെ, പറഞ്ഞോളൂ. പരമ്പരാഗതമായ മരുന്നുകളുടെ മാർക്കറ്റിലേക്ക് മനുഷ്യന്റെ നിത്യോപയോഗത്തിനുള്ള ചില പ്രോഡക്റ്റുകളും നമ്മൾ ഇറക്കണം. നിത്യോപയോഗം എന്ന് പറഞ്ഞാൽ അരി, പിണ്ണാക്ക് തുടങ്ങിയ സാധനങ്ങളാണോ ഉദ്ദേശിക്കുന്നത്? അത് പിന്നീടാകാം. ഇവിടെ ഇപ്പൊ മരുന്നുകളാണല്ലോ ഉണ്ടാക്കുന്നത്. മെഡിസിനൽ കോസ്മെറ്റിക്സ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉദാഹരണത്തിന് നമ്മളിപ്പോ സോപ്പ് എങ്കിൽ പിന്നെ ചീപ്പും കണ്ണാടിയും കൂടെ ഉണ്ടായിക്കളെ. കൂട്ടത്തിൽ ഉരൽ ഉലക്ക തവി. മെഡിസിനൽ സോപ്പ്, അതുപോലെ മെഡിസിനൽ ക്രീം, ലോഷൻ, എവറിത്തിങ് ആയുർവേദിക്. ഈ പ്രോഡക്ട്സിലൊക്കെ മെഡിസിൻ ചേർത്തിട്ടുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പേര് നമ്മൾ കണ്ടുപിടിക്കണം. മുകുന്ദൻ. മിസ്റ്റർ മുകുന്ദൻ ഇത് പറഞ്ഞപ്പോ ഈ പ്രോഡക്റ്റിന് എനിക്കൊരു പേര് സ്ട്രൈക്ക് ചെയ്തു. അതുപോരാ എന്ന് പറയാൻ താൻ ആരാടോ? എന്റെ മോള് പറഞ്ഞ ഈ പിന്നെ ആ പേരും കിട്ടാ മതി. യെസ്, പേര് പൊതുവെ ലളിതമായിരിക്കണം, പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നതായിരിക്കണം. ഉദാഹരണത്തിന് മെഡിമിക്സ്, മരുന്നുകളുടെ മിശ്രിതം. മെഡിമിക്സ്. കൊള്ളാം, നന്നായിരിക്കുന്നു. താങ്ക് യു. ഇനി നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ പ്രോജക്ട് റിപ്പോർട്ടാണ്. നിനക്കൊന്നും ഒരു ഐഡിയാസും ഇല്ലേടോ? ഒരാഴ്ചയ്ക്ക് റിപ്പോർട്ട് ഉണ്ടാക്കാം സർ. ഓക്കെ, റിപ്പോർട്ടുമായി വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാം, റൈറ്റ്? അല്ല, നിങ്ങളുടെയൊക്കെ ജാതകം വേണ്ടേ? നമ്മൾ തമ്മിൽ പ്രേമമാണെന്ന് അറിഞ്ഞാൽ ആ ഫൽഗു കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് വേറൊരുത്തനുമായിട്ട് നീ ലവ് ആണെന്ന് ഞാൻ പറഞ്ഞത്. ഓ, അതാണല്ലേ ഈയിടെ ഫൽഗുണൻ ചേട്ടൻ ഓരോ ചോദ്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുന്നത്. എനിക്ക് ആരെങ്കിലുമായിട്ട് ലവ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്തുമാത്രം ക്ലോസ് ആയ ലവ് ആണ്, നിങ്ങൾ തമ്മിൽ ചുംബിച്ചിട്ടുണ്ടോ, മാക്സിമം എത്രമാത്രം ഡീപ്പ് ആയിട്ടുണ്ട് എന്നൊക്കെ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? മറുപടി ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറി. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? അത് നന്നായി. തൽക്കാലം നമ്മുടെ കാര്യം ആ വിദ്യാസിനെ അറിയണ്ട. ഇതൊരു ഇരട്ട വീടായതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. പണ്ട് എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും തമ്മിൽ പിണങ്ങി പിരിഞ്ഞു. പക്ഷെ പുരയിടം രണ്ടുപേരുടെയും പേരിലായിരുന്നു. അതുകൊണ്ട് വീടിനെ രണ്ടായി ഭാഗിച്ച് അവർ താമസമാക്കി. വയസ്സുകാലത്ത് പിണക്കം തീർന്നപ്പോ ചുവര് വെട്ടിപ്പൊളിച്ച് നടുക്കൊരു ഡോർ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനും ഒക്കെ. ആ ഡോർ അടച്ചാൽ ഇപ്പോഴും ഇത് 2 വീടാ. ഈ പോർഷനിൽ ഞാൻ, ആ പോർഷനിൽ നിങ്ങൾ. എന്ത് പറയുന്നു? എന്താ ഇത്ര ആലോചിക്കാൻ? ഇക്കാലത്ത് വാടക കൊടുക്കാതെ ഒരു വീട് കിട്ടാന്ന് വെച്ചാൽ? പിന്നെ ഓസിന് താമസിക്കുന്നതിൽ ചമ്മലുണ്ടെങ്കിൽ ഞാനൊരു പരിഹാരം പറയാം. നിങ്ങൾ ചോറിന് അരിയിടുമ്പോ ഒരു നാഴി അരി ഈ ആരോരും ഇല്ലാത്തവനൂടി ഇട്ടേക്ക്. അമ്മ മരിച്ചേ പിന്നെ സ്ഥിരം ഹോട്ടലാ, അത് ഒഴിവാക്കല്ല. ഓ, അതൊന്നും സാരമില്ല. എന്നാര് പറഞ്ഞു? ഇവൻ തിന്നുന്നത് നീ കണ്ടിട്ടില്ലല്ലോ. കണക്ക് നോക്കുമ്പോ ഒടുവിൽ മറ്റൊരു വാടക വീട് നോക്കുന്നതായിരിക്കും ചിലപ്പോ ലാഭം. ഒന്ന് ചുമ്മാതിരി മൂന്നേട്ടാ. അല്ല, അവൻ പറഞ്ഞതിൽ സത്യമുണ്ട്. ഞങ്ങൾ അബുദാബിയിലായിരുന്നപ്പോ ഓണക്കാലത്തെ തീറ്റ മത്സരത്തില് എന്നും എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. എന്റെ ഈശ്വര, എങ്കിൽ ഞങ്ങൾ വേറെ സ്ഥലം നോക്കിക്കൊള്ളാം. പേടിക്കണ്ട, ഉണ്ടെന്നവൻ അറിഞ്ഞില്ലെങ്കിൽ വിളമ്പെന്നവൻ അറിഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, പോയി ട്രെയിനിന് സമയം. ഞങ്ങൾ വീട്ടിൽ പോയി പെട്ടിക്കിടക്ക സാമാനങ്ങളൊക്കെ ആയിട്ട് ഉടനെ ഇങ്ങോട്ട് തിരിച്ചെത്താം. റൈറ്റ്? ഓക്കെ. റെയിൽവേ സ്റ്റേഷൻ പോട്ടെ. ഓക്കെ ഓക്കെ. എന്നാലും
അല്ല ഫൽഗു, നീ സേലത്തേക്ക് മടങ്ങി പോയില്ലേ? ഉടനെ പോവും. ഗോവിന്ദൻകുട്ടി, നീ എന്നെ രക്ഷിച്ചടാ. അതിന് നന്ദി പറയാൻ ഞാൻ പോകുന്നത്. ഗായത്രി ചില്ലറക്കാരിയല്ല. നീ പറഞ്ഞതിനേക്കാൾ എത്രയോ മടങ്ങ് ഭയങ്കരിയാണ് അവൾ. ബോധ്യായല്ലോ. ആ, നീ പറഞ്ഞില്ലേ അവൾക്കൊരു കാമനാണെന്ന്? അല്ലടാ, അവൾക്ക് പല കാമുകന്മാരാ. പറവൂര്, ആലുവ, മട്ടന്നൂര്, ഈരാറ്റുപേട്ട, ചങ്ങനാശ്ശേരി തുടങ്ങിയ കേരളത്തിലെ പ്രശസ്തമായ എല്ലാ സ്ഥലങ്ങളിലും അവൾക്ക് ഓരോ കാമുകന്മാരെ വെച്ചുണ്ട്. അത്രയൊക്കെ ഉണ്ടോ? ഉണ്ടടാ. നിനക്ക് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കേൾക്കണം. അവൾ 4 പ്രസവിച്ചതാണ്. അവളുടെ 4 കുട്ടികളും 5 അനാഥാലയങ്ങളായി വളരുന്നു. അതൊന്നും ഞാൻ അറിഞ്ഞില്ല. നീ ഒരു പാവത്താൻ, ഞാനെല്ലാം അറിഞ്ഞു. പക്ഷെ ഇതറിഞ്ഞത് മുതൽ എന്റെ മനസ്സിനെ മറ്റൊരു ചിന്ത അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പെണ്ണായി പോയി. പുറത്തുള്ള ആരും അവൾ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. നമ്മൾ വേണ്ട ത്യാഗം ചെയ്യാൻ. അതുകൊണ്ട് ഗായത്രിയെ ഞാൻ കെട്ടാൻ തീരുമാനിച്ചു. എന്താ നിന്റെ മുഖം വല്ലാതായത്? ഒന്നുമില്ല. അത് വേണോ ഫൽഗു? എന്താ? അല്ല, നീ സേലത്ത് വലിയ പൊസിഷനിൽ കഴിയല്ലേ, അതുകൊണ്ട് കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടി ഞാൻ അവളങ്ങ് കെട്ടിക്കോളാം. എനിക്കിവിടെ വലിയ നല്ല പേരൊന്നും ഇല്ലല്ലോ. അപ്പൊ നീ കെട്ടിക്കോളല്ലേ? അല്ല, അങ്ങനെ പോയല്ല. ഗോവിന്ദൻകുട്ടി, 18 അടവും പയറ്റിട്ടാ സേലത്ത് നിങ്ങട് വന്നത്. ഇനി ഞാൻ തിരിച്ചു പോകുന്നില്ല. നിന്റെ ട്രാവൽ ഏജൻസിന്റെ അടുത്ത് ഞാനൊരു ട്രാവൽ ഏജൻസി തുടങ്ങും. ആ കതിയാ, ആ വഞ്ചക, നിന്നെ കൊണ്ട് കുത്തുവാളിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് സേലം ഫൽഗു നല്ലടാ. എന്നാ നിന്റെ പേര് മാറ്റാൻ തയ്യാറായിക്കോ. നമുക്ക് കാണാം. 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 ആ ആ തീർന്നില്ലേ ഇതുവരെ? നീ ഉറങ്ങിക്കോ, ഇത് ചിലപ്പോ നേരം വെളുക്കും. എന്നിട്ട് ഓഫീസിൽ ചെന്നിരുന്ന് ഉറങ്ങുവോ? ഇനി എനിക്ക് ഉറക്കമുണ്ടാവും തോന്നില്ല. വല്ലാത്തൊരു കെണിയിലല്ലേ ചെന്ന് ചാടിക്കൊടുത്തത്. 4 മാർക്കറ്റിംഗ് മാനേജേഴ്സ്. പന്തയത്തിൽ ജയിക്കുന്നവൻ മാത്രം രക്ഷപ്പെടും. MD-യുടെ മോളാണെങ്കിൽ അമേരിക്കയിൽ MBA പഠിച്ചവൾ. നല്ല ഐഡിയ ഉള്ള പെണ്ണായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്റെ പ്രോജക്ട് റിപ്പോർട്ട് അവൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഭഗവാനെ എല്ലാം തീർന്നു. അമേരിക്ക പഠിച്ചെങ്കിലും മുകുന്നേട്ടന്റെ അത്രയും വർക്ക് എക്സ്പീരിയൻസ് ഒന്നും അവൾക്കില്ലല്ലോ. എന്ന് പറയാനൊക്കില്ല. ഒരു കാര്യത്തിലേ എനിക്ക് പ്രതീക്ഷയുള്ളൂ. എവിടെ പഠിച്ചാലും പെണ്ണല്ലേ, അടിസ്ഥാനപരമായി കുറച്ച് മണ്ടത്തരം കാണാതിരിക്കില്ല. എന്നുവെച്ചാ? അയ്യോ, നിന്നെ പറ്റിയല്ല. എന്റെ ചക്കരക്കുട്ടി ഉറങ്ങിക്കോ, ഞാനിതൊന്ന് തീർക്കട്ടെ. എന്റെ ഉറക്കം പോയി. ഞാനിവിടെ ഇരുന്നോളാം. ചെയ്തോളൂ. മിസ്റ്റർ മുകുന്ദൻ, എടുത്താ പൊങ്ങാത്ത ഒരു പ്രോജക്ട് റിപ്പോർട്ടാണ് തന്റേത്. പുതിയ ഓഫീസ് കെട്ടിടം ഉണ്ടാക്കുക, ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കി പരസ്യപ്പടങ്ങൾ എടുക്കുക, ഫാക്ടറി മൊത്തത്തിൽ ഒന്ന് പരിഷ്കരിക്കുക. സാർ, ഇക്കാലത്ത് പ്രോഡക്റ്റിന്റെ ലോഞ്ചിങ് ആണ് ഏറ്റവും പ്രധാനം. ആ, ലാഞ്ചിങ്ങോ പിന്നെ എനിവേ അഖിലേക്ക് മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കുക. Really, Mr. Mukundan, I didn't expect this much from you. Thank you, madam. A wonderful study of Indian market, but I don't know how much we can make it practical. We will make it. Really? Definitely we will. ഗോവിന്ദൻകുട്ടി, ഈ ട്രാവൽസിന്റെ ഭാവിയിലേക്കുള്ള ചൂണ്ടുവലകയാ. പേര് കണ്ടില്ലേ? ഗായത്രി ട്രാവൽസ്. നിന്റെ ഗാഗോ. എന്നാലേ ഈ ട്രാവൽസ് എന്റെയും ഗായത്രിയുടെയും പേരില്ല. അതെങ്ങനെ? ബോർഡ് വായിച്ചോക്ക്. ഗാഗോ, ഗായത്രി ഗോവിന്ദൻകുട്ടി. നമുക്ക് ഈ പേര് മാറ്റിട്ട് ഗാഫാന്നാക്കാം. ഗായത്രി തന്നെ ഞാൻ പെയിന്റർ വെച്ച് മാറ്റിയേക്കാം. എടാ, ഞാൻ പേര് മാറ്റാൻ പോവാ. ഗാഫ, ഗായത്രി ഫൽഗുണൻ. ഗാഫല്ല, ഫൂഫ, ഫുൾ ഫൽഗുനൻ. അമ്മാവൻ, മാമ, വാ മാമ. ഗായത്രി മാമ. അമ്മായി വാ, വാ അമ്മായി. നിന്റെ ഓഫീസ് സെറ്റപ്പ് എല്ലാം ഗംഭീരമായി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. മാമ, ഈ ഗോവിന്ദൻകുട്ടി ട്രാവൽസ് ഉണ്ടല്ല, ആകെക്കൂടി എന്റെ ഈ റൂമിന്റെ അത്രേ വരത്തുള്ളൂ. എന്നിട്ടാണ് അവന്റെ ഒരു ഗമ. ദൈവമേ, ആദ്യത്തെ ഫോണാണ്. ഗായത്രിയുടെ കൈ കൊണ്ട് എടുത്തു തന്നാൽ. നിന്റെ ഓരോ വട്ടേ. എടുത്തു കൊടുക്കും മോളെ, എടുത്തു കൊടുക്ക്. ഹലോ, ഗായത്രി ട്രാവൽസ്, പ്രൊഫസർ ഫൽഗു സ്പീക്കിംഗ്. ഞാൻ മെഡിമിക്സിന്റെ MD ശങ്കരവാര്യരാണ് സംസാരിക്കുന്നത്. സിംഗപ്പൂരിലേക്ക് ഒരു 25 ടിക്കറ്റ് ഓക്കെ ആക്കി തരാൻ പറ്റുമോ? അതിനെന്താ സാർ,
ഇന്ന് ഈ സിറ്റിയിലെ നമ്പർ 1 ട്രാവൽ ഏജൻസി ഞങ്ങളുടേതാണ്. സാറ് പാസഞ്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് കാശ് റെഡിയാക്കി വെച്ചാൽ ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചോളാം. സാധാരണ ഞങ്ങള് ഗാഗോ ട്രാവൽസ് വഴിയാണ് ബുക്കിംഗ് നടത്താറുള്ളത്. അവര് ടിക്കറ്റ് തന്നതിന് ശേഷമേ ഞങ്ങളുടെ അഡ്വാൻസ് വാങ്ങാറുള്ളൂ. പിന്നെ ആ ഗോവിന്ദൻകുട്ടി ആള് ശരിയല്ലാത്തത് കൊണ്ടാണ് അവനുമായിട്ടുള്ള ഇടപാട് കട്ട് ചെയ്തത്. അഡ്വാൻസ് ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല സാർ. ഓക്കെ, എന്നാ പാസഞ്ചേഴ്സിന്റെ പേരും ആ വിവരങ്ങളും കുറിച്ചെടുത്തോളൂ. കൈനീട്ടം മോശമില്ല മാമ. സിംഗപ്പൂർക്കുള്ള 25 എയർ ടിക്കറ്റ്. എക്സാക്ട്ലി. എല്ലാമേ എൻ ഗായത്രിயின் அதிர்ஷ்டம் தான். മിസ്റ്റർ ഗുൽഫീൻ. യെസ് സർ. 25 ടിക്കറ്റിനാണ് ഓർഡർ. ഉദ്ഘാടനം മറ്റും കഴിഞ്ഞപ്പോ ബാങ്കിൽ ഒട്ടുമുക്കാൽ പണവും തീർന്നു. നീ വല്ല മാർഗവും കാണണ്ട. ഉണ്ട് സർ, ബ്ലേഡ് നാണയത്തെടുക്കാം. 10 പണം പലിശയാ. എന്നാലും കുഴപ്പമില്ല. അവനെ തകർക്കാൻ ബ്ലേഡ് അല്ല, കൊടുവാളിന്റെ മുമ്പിൽ പോലും തലവെക്കാൻ ഞാൻ തയ്യാറാണ്. യു ഗോ ടു ദി ബ്ലേഡ് ഡാനി. ഓക്കെ സർ. മാഡം. യെസ്. I am Gayatri Travels proprietor, Salem Falgu. We arranged all tickets for all world. By the way, നിങ്ങളുടെ MD മിസ്റ്റർ ശങ്കരവാര്യർ ഒന്ന് കാണണം. നിങ്ങൾ ആരാ? MD മിസ്റ്റർ ശങ്കരവാര്യർ. നിങ്ങൾ ആരാണെന്നാ ചോദിച്ചേ? അത് MDക്ക് അറിയാം. ഗായത്രി ട്രാവൽസിന്റെ ഉദ്ഘാടന ദിവസം തന്നെ 25 സിംഗപ്പൂർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ബുക്ക് ചെയ്തു. ഇപ്പോൾ ആ ടിക്കറ്റ് മാന ഞാൻ വന്നത്. സിംഗപ്പൂരിലേക്ക് 25 ടിക്കറ്റോ? ഇവിടുന്ന് തന്നെയാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ MD എവിടെ മിസ്റ്റർ? ഇവിടുത്തെ സ്റ്റാഫിന് ടൂർ പോകാനും ടിക്കറ്റ്. മനസ്സിലായോ? ടൂറോ? മിസ്റ്റർ, തീർച്ചയായിട്ടും ഇവിടുന്ന് അങ്ങനെ ആരും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. 3,65,000 രൂപ ബ്ലേഡ് പരസ്യക്ക് വാങ്ങിയെടുത്ത ടിക്കറ്റ് ആയത്. ചക്കിലിരുത്തി വീട് വർത്താനം പറയരുത്. വാ. ഇരിക്കെ. വലിയച്ഛനെ വിളിക്കാം. ഹലോ, ഇത് പ്രേമാണ്. നിങ്ങൾ വലിയച്ഛനെ കൊടുത്തേ. പോന്നോ? ഓ അത് ശരി, ഓക്കെ. MD വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ വന്നേക്കാം. വെയിറ്റ് ചെയ്യുന്നെങ്കിൽ ആവാം. ഹലോ, ഗോവിന്ദൻകുട്ടി ഹിയർ. ആർക്കാ? സീതയുടെ അമ്മയ്ക്കോ? ഏത് ഹോസ്പിറ്റലില്? മുകുന്ദനും സീതയും. ഞാൻ അവരുടെ ഫോൺ നമ്പർ തരാം. ഇല്ലില്ല, അവിടുത്തെ ഫോൺ റിപ്പയറില്ല. ഞാൻ തന്നെ ഇവരും അവരോട് നേരിട്ട് എന്ന് പറഞ്ഞോളാം. സീതേ, ഒരു മിനിറ്റ്. എന്താ? അത് പിന്നെ എന്താ വല്ലാണ്ടിരിക്കുന്നേ? മുകുന്ദൻ എവിടെ? അത് MDയുടെ വീട്ടിൽ പോണോന്ന് പറഞ്ഞിരുന്നു. എന്താ കാര്യം? തിരിച്ചു വരില്ലെന്ന് കരുതിയല്ലടാ. നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും അവനെ വെറുതെ വിടില്ല. മരിക്കേണ്ടെങ്കിൽ നീ എന്റെ കൂടെ വരുന്നതാണ് നല്ലത്. ആരാടോ താൻ? നിന്റെ അച്ഛൻ. വിളിക്കണം പട്ടിയെ. ഗുണ്ടായിസം കാണിക്കാനുള്ള സ്ഥലമല്ലത്. മനസ്സിലാടാ റാസ്കൽ. നിനക്ക് അനങ്ങിപ്പോയത്. എന്റെ പെണ്ണിനെ കെട്ടരുന്ന തെണ്ടിയോട് ഞാൻ പറഞ്ഞതാണ്. എന്താ അവിടെ ഒരു ബഹളം? എന്റെ പെണ്ണിനെ അവളെ കെട്ടിയവരെ കിട്ടാതെ ഞാൻ പോകില്ലടാ. ഇവൻ ഭയങ്കര കൊലപ്പുള്ളിയാണ് സാർ. എവിടെ പൊക്കിയെടുത്ത് റെയിൽവേ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോ. പണിക്കരെ,
ഗുളിക കാലത്താ കൊണ്ടുപോയിരിക്കുന്നെ. ഭീഷണി ഇനിയും വരും. അയ്യോ അയ്യോ, നീ ഇവിടെ? എല്ലാം ഞാൻ പറയാം. വന്നേ. നിക്ക് ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്. ചേച്ചി ഈ നിൽക്കുന്ന ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യയാണല്ലേ? സീതയുടെ അനിയന്റെ അനിയത്തിയുടെയും കാര്യത്തില് നീ എന്താ തീരുമാനിച്ചിരിക്കണേ? അവരെ അമ്മയുടെ അടുത്ത് ആക്കാമെന്ന് തോന്നുന്നു. അവിടെ ആവുമ്പോ സെയിം സ്കൂളിലും കോളേജിലും ഒക്കെ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇനി എന്നാ ഓഫീസിലേക്ക്? സീതയോട് സംസാരിച്ചിട്ട് വേണം എല്ലാം തീരുമാനിക്കാൻ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എത്രയും പെട്ടെന്ന് അവിടെ എത്തില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. എന്ത്? അതൊക്കെ ഉണ്ട്. ഈ അവസ്ഥയിൽ നിന്നോട് അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. മൊത്തത്തിൽ നമുക്ക് ചീത്ത സമയമാണെന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഞാൻ വിളിക്കാം ട്രാവൽസ്. എന്താ ഗോവിന്ദേട്ടൻ ഞാൻ ഈ കേട്ടതെല്ലാം? ചേട്ടൻ വേറെ കല്യാണം കഴിച്ചു എന്നൊക്കെ? ആ ഫൽഗു ഇവിടെ വന്നിരുന്നല്ലേ? എന്നിട്ട് അവൻ പറഞ്ഞൊക്കെ നീ? ഞാൻ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ശരിക്കും വിശ്വസിക്കുന്ന വിധത്തിലാ അച്ഛന്റെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ആരെങ്കിലും എന്തെങ്കിലും വിഡ്ഢിത്തം പറഞ്ഞെന്ന് കരുതി അത് വിശ്വസിക്കാൻ മാത്രം മണ്ടനൊന്നും അല്ല എന്റെ അമ്മാവൻ. അതേടാ, ഞാൻ മണ്ടനല്ല. എല്ലാം വിശദമായി അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഞാൻ വിശ്വസിക്കാറുള്ളൂ. ഇറങ്ങടാ വഴിയില്. അയ്യോ അമ്മാവ, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ അങ്ങനെ വിവാഹം കഴിച്ചത്. അയ്യോ ആ ബന്ധം. അതെ, ആ ബന്ധം ഒഴിഞ്ഞിട്ട് ഈ ബന്ധം തുടങ്ങാവുന്ന. അമ്മാവ, ഒരു സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വിവാഹിതൻ. ഓരോ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ വേണ്ടി നീ ഓരോ സ്ഥലത്ത് പോയി ഓരോ കല്യാണം കഴിക്കും അല്ലേ? യഥാർത്ഥത്തിൽ സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇറങ്ങി പോടാ വേണ്ടി. ഇറങ്ങി പോടാ. പോടാ. കേറി അകത്ത് പോടി. ഇറങ്ങി പോടാ. എടാ ഇറങ്ങി പോവാ. ഇറങ്ങി പോടാ. വിണ്ടി പോകരുത്. കിടക്കണ പുറത്ത്. എടാ കിടക്കാൻ. കിടന്ന് പോടാ പുറത്ത്. ഇറങ്ങി പോടാ. യഥാർത്ഥത്തിൽ സംഭവിച്ചതിന്റെ കിടന്ന് പോടാ. ഇറങ്ങി പോടാ. സീതയുടെ വീട്ടിൽ ചെന്നപ്പോ എല്ലാരും ഇങ്ങോട്ട് പുറപ്പെട്ടു എന്നറിഞ്ഞു. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. ഓടി പ്ലാറ്റ്ഫോമിൽ എത്തിയതും വണ്ടി വിട്ടത് ഒരുമിച്ചായിരുന്നു. ആകെ ഗുലുമാലായിരിക്കാണ് മുകുന്ദ. എന്ത് പറ്റി ഗോവിന്ദൻകുട്ടി? അത് ഇവിടെ പറയാൻ പറ്റിയ കാര്യമല്ല അമ്മേ. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. അല്ലേ തന്നെ കയ്യാലപ്പുറത്ത് തേങ്ങയാണ് എന്റെ അമ്മാവനെന്ന് അറിയാലോ. ഫൽഗുവിന്റെ വരവോടെ ഞങ്ങളുടെ പ്രേമത്തിന് ശവപ്പെട്ടി ഉണ്ടാക്കാൻ തുടങ്ങിയ അമ്മാവൻ സീതയെ ഞാൻ കെട്ടിയെന്ന് ധരിച്ചോടെ അതിന്റെ മേലെ അവസാനത്തെ അണി അടിച്ചു. അച്ഛനും അമ്മയും ഇല്ലാത്ത എനിക്ക് ആകെയുള്ള സന്തോഷമാണ് ഗായത്രി. മറ്റാർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൾ എന്റെയാണ്. അങ്ങനെ വിശ്വസിച്ചാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അതെനിക്കറിയില്ലേ ഗോവിന്ദൻകുട്ടി, നീ ധൈര്യമായിട്ടിരിക്കും. സീതയുടെ ഇപ്പോഴത്തെ മൂടന്ന് മാറിക്കോട്ടെ. ഞങ്ങൾ വന്ന അമ്മാവനോട് സത്യം പറയാം. മരിച്ചവര് പോയില്ലേ മൂന്നേട്ടാ? എന്റെ മൂടൊന്നും കാര്യാക്കണ്ട. നമ്മള് കാരണം ഗോവിന്ദൻകുട്ടിക്ക് ഒരു കുഴപ്പവും വരാൻ പാടില്ല. താങ്ക് യു സീത. താങ്ക് യു വെരി മച്ച്. ചേച്ചേ, നമ്മള് തമ്മിൽ അങ്ങനെ താങ്ക്സ് ഒക്കെ പറയേണ്ട കാര്യമുണ്ടോ? അമ്മായി, അമ്മായി, നല്ല പെടക്കുന്ന നെയ്മീന 2 കിലോ വാങ്ങിച്ചു. നമുക്കിത് സേലം സ്റ്റൈലിൽ പാചകം ചെയ്യാം. ഗായത്രി അകത്തില്ലേ? അപ്പൊ അമ്മായി ഒന്ന് കറി വെക്കുകയും ചെയ്യും, ഒന്ന് വറക്കുകയും ചെയ്യും. ഇത് എങ്ങനെ ഇവിടെ ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യയും ഇയാളും കൂടി? എടാ മണ്ട, നീ തെറ്റിദ്ധരിച്ചതാടാ. ഇത് ഭാര്യ, ഇത് ഭർത്താവ്. അല്ലമ്മാവാ, ഞാൻ ഓഫീസിൽ വെച്ച് നേരിട്ട് കണ്ടുവാ. ചിലത് നേരിട്ട് കണ്ടാൽ മനസ്സിലാവില്ല, ചിലത് നേരിട്ട് കണ്ടാലേ മനസ്സിലാവും. ഉദാഹരണത്തിന് ഓഫീസിൽ വെച്ച് സീതയെ എന്റെ ഭാര്യയായി ഫൽഗു കണ്ടു. അതൊരു തോന്നലായിരുന്നു. എന്നാൽ ഫൽഗുവിന്റെ വീട്ടിൽ ഇപ്പോൾ ഒളിച്ച് താമസിക്കുന്ന സേലത്ത് നിന്ന് വന്ന തമിഴത്തി ആരാണ്? അതൊരു തോന്നലല്ല, ഇറ്റ്സ് എ റിയാലിറ്റി, ഫാക്ട്, പച്ച പരമാർത്ഥം. അത് അമ്മാവന് നേരിട്ട് കണ്ടാലേ മനസ്സിലാവും. എന്റെ വീട്ടിൽ തമിഴത്തിയോ? അതേടാ, അവളെ അകത്തിരുത്തി പുറത്തെ വാതിൽ വലിയ പൂട്ടിട്ട് പൂട്ടിയാൽ ആരും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ? അമ്മാവാ, ഇവന്റെ സദാചാര നിലവാരത്തിലേക്ക് എന്നെയും താഴ്ത്തി കെട്ടാൻ ഇവൻ ശ്രമിച്ചതാണ്. പച്ചക്കള്ളവാ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ ഒരു സത്യമാണെങ്കിൽ, നക്ഷത്രങ്ങൾ സത്യമാണെങ്കിൽ, അമ്മാവനും അമ്മായും എന്റെ ഈ ഗായത്രിയും സത്യമാണെങ്കിൽ, സേലത്ത് നിന്ന് വന്ന തമിഴത്തിയും ഒരു പരമമായ സത്യമാണ്. എന്റെ വീട്ടിൽ തമിഴത്തി. അതെ, ഇന്ന് ഞാൻ തെളിയിച്ചു തരാം. ഇന്ന് നിന്റെ കത്താലോടാ. ആരുടെ കത്താലാണെന്ന് കാണാം. തുറക്ക മാമ, ഒരു മിനിറ്റ്. ഇതിനകത്ത് ആരുമില്ലെങ്കിൽ നീ തല മൊട്ടടിക്കണം. എന്താ, സമ്മതിച്ച? അല്ല, ഇപ്പൊ തല മൊട്ടയടിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് കണ്ട കണ്ട കല്ല് വെളിച്ചത് കണ്ട മാമ. ഓക്കെ, സമ്മതിച്ചു.
ഞാൻ തലമുട്ട അടിക്കാം. പക്ഷേ ഇതിനകത്ത് നിന്റെ പൊണ്ടാറ്റം ഉണ്ടെങ്കിൽ നീ തലമുട്ട ഒരു പ്രാവശ്യമല്ല, ഞാൻ 10 പ്രാവശ്യം തലമുട്ടടിക്കാം. തുറക്കടാ. വാ മാമ, നോക്ക് നോക്ക്, അമ്മായി നോക്ക്. നാണം ഉണ്ടോടാ നിനക്ക്? കല്യാണം കഴിച്ചവരെ ഒളിച്ചു വെച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? ഇല്ലേ? ആരുമില്ലല്ലോ. എന്താടാ നീ എന്നെ കളിയാക്ക? അല്ല, ബാർബറ വിളിക്കട്ടെ. വിശ്വസനീയമായിട്ട് ഇറങ്ങി വാടി വെളിയില്. മാമ ചതിയാണത്. സത്യം പറ, ആരാ നീ? வேஷம் கெட்டதுன்னு தோண்டா கொன்னுவீங்க. என்ன பிடிக்கலன்னு டைவர்ஸ் பண்ணிடுங்க. ஆனா இந்த தாலி என்னால அவ்வளவு ஈஸியா கழட்ட முடியுமா? என் வயித்துல வளர குழந்தையை என்ன பண்ண போறீங்க? மாமா சத்தோடு மாமா என் அத்தான ஒண்ணு பண்ணாதீங்க. அவர் என் தெய்வம். മാറിക്കടി. മേലാളന്റെ വീട്ടിൽ കണ്ടുപോരുത്. കഴുത വാടി. മാമാ അമ്മള പൽക്ക് വേണേ കാറി കൊണ്ടുവിടും. അവന്റെ അവതാരം ഒന്നും എനിക്ക് വേണ്ട. ഞാൻ ഓട്ടോ പിടിച്ച് പോയിക്കോളാം. ആ അതാ നല്ലത്. മാമാ പറഞ്ഞത് കൂടുതൽ കാശുണ്ട്. ഇന്ന് നാടകമുള്ള ദിവസമല്ലേ? ഈ ബാക്ക് ഡോർ വഴി പൊക്കോ. മാമാ മാമാ പോലെ മാമാ മാമാ ചതിയാണ് മാമാ 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 പോലെ മാമാ മാറി നിൽക്കടാ. മാമാ മാമാ ആ വിട്ടോ. கண்ணா அண்ணே அண்ணனுக்கு காய்கறி சேனா சேம்பு வாழைக்காய் இதெல்லாம் வாங்குறதுக்கு மார்க்கெட்டுக்கு போயாச்சு. சும்மா சொல்லக்கூடாது. அண்ணி சூப்பர் அண்ணி. குஷ்பு பிளாக் பெயிண்ட் அடிச்ச மாதிரி இருக்கு. விட மாட்டேன்டா. உன்னை நான் விட மாட்டேன். விட கூடாதுடா. പണിക്കരെ 2 മിനിറ്റ് കൂടി. ഒരു മിനിറ്റ്. ആ നിലാവ് ഉച്ചത്തിലാ. ഇനി ധൈര്യമായിട്ട് കഴിക്കാം. 24 hours ജോത്സ്യം. ഡാഡിക്ക് പ്രാന്താ. ആയിക്കോട്ടെ മോളെ, ജ്യോതിഷത്തെ പുച്ഛിക്കരുത്. ആ ഡാഡി ഒത്തിരി നാളായി നമ്മുടെ പ്ലാന്റേഷൻ വരെയൊക്കെ ഒന്ന് പോയിട്ട്. മോള് നാളെ അവിടം വരെ ഒന്ന് പോണം. മുകുന്ദനെ കൂടെ കൂട്ടിക്കോളൂ. ഈ പ്ലാന്റേഷനിലേക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? എനിക്ക് വലിയ പിടിയില്ല. ഉടനെ മടങ്ങി വരില്ലേ? അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമല്ലേ മടക്കയാത്രയെ പറ്റി പറയാൻ പറ്റൂ. ഒരു ഞായറാഴ്ചയായിട്ട് പല പ്ലാനും ഇട്ടിരുന്നതാ, എല്ലാം പൊളിഞ്ഞു. നിങ്ങളുടെ കൂടെ MD വരുന്നുണ്ടോ? അറിഞ്ഞൂടാ. അപ്പോ മനസ്സിലായി. ഞാനും അഖിലയും മാത്രമായിട്ടുള്ള ഒരു യാത്ര അപകടമാണെന്നല്ലേ മനസ്സിലായി. എന്ന് ഞാൻ പറഞ്ഞോ? അതാണല്ലോ സൂചന. ആ പെണ്ണിന് ഇത് എന്തിന്റെ സൂക്കേടാ? കയറൂരി വിട്ടുപോലെ ഒരു കാറും എടുത്തോണ്ട് ഇറങ്ങും. ആൺപെൺ വ്യത്യാസമില്ലാത്ത അവളുടെ ഒരു സംസാരവും പെരുമാറ്റവും. നിഷ്കളങ്കയായ പെൺകുട്ടികൾ അങ്ങനെ പെരുമാറുക എന്നുവെച്ചാൽ മറ്റുള്ള പെൺകുട്ടികളൊക്കെ മോശക്കാരാണെന്നാണോ? നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ അവളുടെ കൂടെ പോകാൻ പാടില്ല. വേണ്ട, നമുക്ക് ഈ ജോലിയും വേണ്ട, കൂലിയും വേണ്ട, വേറെ വല്ല പണിയും നോക്കാം. ചൂടാവണ്ട. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ പ്ലാന്റേഷനിലേക്ക് വരാം. വിഡ്ഢിത്തം പറയാതെ. എന്ത് പറഞ്ഞാ ഞാൻ നിന്നെ കൊണ്ടുവന്നേ? എന്നെ കൊണ്ടുപോകാൻ ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ. എന്താ സീത നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് ഈ പ്രോഗ്രാം ഇല്ലായിരുന്നെങ്കിൽ നിന്നെയും കൂട്ടി ഒരു പിക്നിക്കിനോ മറ്റോ പോകാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ. വിചാരിച്ചാ മാത്രം പോരല്ലോ. സീത പറയുന്നതിൽ എന്താണ് തെറ്റ്? എങ്ങനെങ്കിലും കൂട്ടിക്കൊണ്ടു പോ. എന്നെ കണ്ടുപിടിക്ക്. ഞാൻ ഞായറാഴ്ച എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. എങ്ങനെ? 10 മുതൽ 12 വരെ ക്ലബിൽ ചീട്ടുകളി, 12 മുതൽ 1:30 വരെ മിലിറ്ററി ക്യാന്റീനിൽ ഊണ്, അതിനുശേഷം മാറ്റിനി. ഷാറുഖ് ഖാനും അമീർ ഖാനും ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ജബർദസ്ത് ബന്ദോബസ്ത്. അയ്യോ, അവള് വന്നു. ഹായ് മുകുന്ദൻ, നമുക്ക് പോവാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ പറയുന്നതിന് എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ? അതൊന്നും ശരിയാവില്ല. എന്താ പ്രശ്നം? ഒന്നുമില്ല മാഡം, സീതയ്ക്കൊരു വിഷമം. അവരും കൂടി ജോലി ചെയ്യുന്ന കമ്പനിയുടെ പ്ലാന്റേഷൻ കാണാൻ ആരും വിളിച്ചില്ലല്ലോ എന്ന്. വെറും ഒരു സ്റ്റെനോഗ്രാഫർ ആയി പോയത് കൊണ്ടാന്ന ഓരോരുത്തരുടെ ഓരോ. നോ മിസ്റ്റർ, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. സീതയും വരട്ടെ. സീതേ, താനും കൂടെ പ്ലാന്റേഷനിലേക്ക് ചെല്ലാൻ. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദൻകുട്ടിയും പോന്നോളൂ. ഈ ട്രിപ്പ് നമുക്ക് അടിച്ചു പൊളിക്കാം. വേണ്ട, അത് ശരിയാവില്ല. അല്ല, അത് കുഴപ്പമില്ല, പോന്നോളൂ.
അല്ല എന്നാലും വന്നോളൂ സാറില്ല. പിന്നെ ഈ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആയുർവേദ മരുന്നുകളല്ലേ? ആയുർവേദം എന്ന് പറഞ്ഞാൽ എനിക്ക് അലർജിയാ. അതിനെന്താ, മരുന്ന് പിഴുത്തു തിന്നാനാണോ നമ്മൾ പോകുന്നത്? എന്നാലും അവിടത്തെ ഈ കാറ്റിലെ ആയുർവേദത്തിന്റെ അണുക്കള് ചിലപ്പോ അണുക്കൾ ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവും. അങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റുന്ന ക്ലോണിങ്ങും അതൊക്കെ വരുമ്പോ ചിലപ്പോ അണുക്കളും അങ്ങനെയൊക്കെ. ചുമ്മാ ഫൂളിഷ്നസ് പറയാതെ മിസ്റ്റർ ഗോവിന്ദകുട്ടി. അല്ല അതുകൊണ്ടല്ല. അല്ല ഒന്നും പറയണ്ട, നീ പോരുന്നു. എന്നാ വരൂ, ഞാൻ കാറ് തിരിച്ചിടാം. ഓക്കെ. ഹായ്. റിസർവേഷൻ ഒക്കെ നന്ദി. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ തന്നെ എന്നാ മതി, എന്റെ കൂടെ വരണ്ട. അല്ല ഇതെന്ത് ന്യായമാണെന്ന് നോക്കിയേ. എന്താ പ്രശ്നം? ഇവക്ക് ഫ്രണ്ട് സീറ്റ് ഇരിക്കണമെന്ന് കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ തുടങ്ങിയ പിന്നെ ഞാൻ വരുന്നില്ല. ഞാൻ വരുന്നില്ല. ഗോവിന്ദകുട്ടി, സീത മുൻവശത്തിരുന്നോട്ടെ. അല്ല എക്സ്ക്യൂസ് മീ മുകുന്ദൻ. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? എന്താ ഒന്നുമില്ല മാഡം. റൈറ്റ്. തൊലഞ്ഞു മോന്താ, സർവ്വതും തൊലഞ്ഞു. എന്ത് പറ്റി? ഇന്നലത്തെ പ്ലാന്റേഷൻ പിക്നിക്കില് എന്നെയും സീതയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പോസ്റ്റ് ചെയ്ത് ആ MD-യുടെ മോള് കുറെ വീഡിയോയിൽ ഷൂട്ട് ചെയ്തില്ലേ, ആ കാസറ്റ് പൽഗുവിന്റെ കയ്യിലായി. എങ്ങനെ? സിംഗപ്പൂർ ടിക്കറ്റിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി അവ MD-യുടെ വീട്ടിൽ ചെന്നതാ. അപ്പൊ അവരവിടെ കാസറ്റ് ഇട്ട് കണ്ടോണ്ടിരിക്കായിരുന്നു. അതൊന്ന് കണ്ടിട്ട് തിരികെ തരാന്ന് പറഞ്ഞ് അവരുടെ നിന്ന് വാങ്ങി. ഇത് നീ എങ്ങനെ അറിഞ്ഞു? അമ്മാവനെ കാണിക്കാൻ വേണ്ടി ആയിരിക്കണം. ആ കാസറ്റിന് ഒരു കോപ്പി എടുക്കാൻ അവൻ കൊണ്ടുപോയി കൊടുത്തത് നമ്മുടെ ബഷീറിന്റെ വീഡിയോ ഷോപ്പിലാണ്. അവനാ ഇപ്പൊ ഈ വിവരം എന്നോട് വിളിച്ച് പറഞ്ഞത്. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഫൽഗു അമ്മാവനെ കാണുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എത്തിയിരിക്കണം. എന്താ ഇവിടെ നിർത്തിയത്? അമ്മാവ് വേറെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കൂട്ടർ വരെ അടിച്ചു പൊളിച്ചെന്നിരിക്കും. ഇവിടെ നിർത്തുന്നതാ. വീട് പൂട്ടിയിരിക്കാണല്ലോ. ഇനി ഒരു പക്ഷേ അവൻ ഈ വിവരം ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് അമ്മാവൻ എന്നെ അന്വേഷിച്ച് പുറപ്പെട്ടായിരിക്കോ? ചിലപ്പോ ആയിരിക്കും. ഈശ്വര, ഈ കാസറ്റ് കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതായല്ലോ. സുഹൃത്തെ, അത് അമ്മാവനെ കാണാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. ആളെവിടെ പോയി എന്നറിയോ? അമ്മാവൻ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആ നാറി ഗോവിന്ദൻകുട്ടിയെ പറ്റി ഒരു 4 വാക്ക് പറയാനുണ്ടായിരുന്നു. സുഹൃത്തെ, എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ പറ്റി വലിയ തെറ്റിദ്ധാരണ ഉണ്ടെന്ന്. അവന്റെ പല തട്ടിപ്പുകൾക്കും വഞ്ചനകൾക്കും നിവൃത്തികേട് കൊണ്ട് കൂട്ടു നിൽക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണ് ഞാൻ. ഇന്നെനിക്ക് രണ്ടിലൊന്നും അറിയണം. ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ. എന്താ ഇത്ര പെട്ടെന്നൊരു മനം മാറ്റം? എല്ലാം ഞാൻ വിശദമായി പിന്നീട് പറയാം. തൽക്കാലം ഞാൻ ഒന്ന് മാത്രം പറയാം. സീത അവന്റെ ഭാര്യ തന്നെയാണ്. അക്കാര്യം ഫൽഗു തന്നെ അമ്മാവനോട് പറഞ്ഞേക്കൂ. നിൽക്കൂ, നമുക്ക് ഒരുമിച്ച് എന്ന് അമ്മാവനോട് പറയാം. ഇന്നു മുതൽ നാം ഒറ്റക്കെട്ടാണ്. ഇത് വിട്ടുകളയരുത്. ഇതിലാണ് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും. മുകുന്ദനോ? ഞാൻ കുറെ നേരമായിട്ട് കാത്തിരിക്കായിരുന്നു. ഞങ്ങളൊരു കല്യാണത്തിന് പോയതായിരുന്നു. എന്താ വിശേഷിച്ച്? പറയാം. ആ താക്കോലിതാ. വരൂ, ഇരിക്കൂ. നിനക്കെന്താണ് അവിടെ കാര്യം? നീ തനിച്ചേ ഉള്ളൂ. ആ തമിഴത്തെ കൊണ്ടുവന്നില്ലേ? അമ്മാവ് അതല്ല, പറ. എന്ത് പറയാൻ? മറ്റേ കാര്യം. ഗോവിന്ദൻകുട്ടിയുടെ എന്ത് കാര്യം പറയാൻ? ഗോവിന്ദൻകുട്ടി എന്റെ സുഹൃത്താണ്. വളരെ നല്ല മാന്യനാണ്. എന്തുകൊണ്ടും ഗായത്രിയെ കല്യാണം കഴിക്കാൻ അനുയോജ്യനായ ഒരുത്തനാണ്. ഗോവിന്ദൻകുട്ടി, നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. നിനക്ക് 100 ആയുസാണ്. അതെയാ? നീ ഇവിടെ നിൽക്കാണോ? നിന്റെ തമിഴത്തെ പെണ്ണിനെ വഴി വെച്ച് കണ്ടിരുന്നു. നിന്നെ കാണാണെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് എല്ലാം പറഞ്ഞു. അമ്മാവ, ഇതൊന്നും വിശ്വസിക്കരുത്. അമ്മാവന് കാസറ്റ് ഇട്ട് കാണും. എല്ലാമേ മാവാവുക്ക് തിരിയും. കാസറ്റോ? നിനക്ക് അന്ന് കിട്ടിയ തല്ലിന്റെ ചൂടൊന്നും പോരാ അല്ലേ? അതല്ല മാമ, ഈ കാസറ്റ് ഇട്ട് കണ്ടാൽ ഗായത്രി എന്നെയും വിവാഹം കഴിക്കും. അയ്യേ, തെമ്മാടിത്തരം പറയാതടാ. ഇത്തരം വൃത്തികെട്ട കാസറ്റുകൾ കാണുന്ന സംസ്കാരമല്ല ഈ കുടുംബത്തിനുള്ളത്, ഇല്ലേ അമ്മാവ? നീ ഇത്തരം കാസറ്റുകൾ ഇഷ്ടം പോലെ കാണുന്നതല്ലേ? കൊണ്ടുപോയി കാണും. അമ്മാവ, അവസാനമായി എനിക്കൊരു ചാൻസ്. ഈ കാസറ്റ് കണ്ടിട്ട് അമ്മാവന്റെ തല്ലേ കൊല്ല എന്ത് വേണമെങ്കിലും ചെയ്തോ. അങ്ങനെ ഈ കാസറ്റ് നീ ഇവിടെ ഇപ്പൊ ഇട്ട് എന്താ നോക്കുന്നത് കാണാമല്ലോ. അമ്മാവ ഇതിട്ട് കണ്ടാ ദുഃഖിക്കേണ്ടി വരും. ആരാണെന്ന് കാണാം. നമുക്ക് കാണാം. ഇതാ എന്താടാ? അമ്മായും ഗായത്രിയും നിർബന്ധമായും ഈ കാസറ്റ് കണ്ടിരിക്കണം. വരൂ, വന്ന് കണ്ട് അടുത്തിരുന്ന് ക്ലോസപ്പിൽ കണ്ട് ആസ്വദിക്കും. എന്റെ
ഭഗവാനെ ഇതെന്ത് കഥ? മോളിങ് പോരെ. അമ്മാവാ കംപ്ലീറ്റ് നേക്കഡ്. ഈ കാസറ്റ് അമ്മാവനായിട്ട് കാണിക്കാതെ അമ്മാവന് പ്രഷർ വരുന്ന 1000 വട്ടം പറഞ്ഞതാ. അവൻ കേക്കണ്ടേ? ഈ ബോംബെ നിന്നും കൽക്കട്ടയിൽ നിന്നുള്ള മോഡൽസിന് ഇറക്കുമതി ചെയ്യുന്ന എന്തിന്? ഇവിടെയുള്ള പെമ്പിള്ളേരൊക്കെ മതി. നമ്മുടെ ഓഫീസിലുള്ള സീത എന്ന് പറയുന്ന പെൺകുട്ടിയില്ലേ, അവള് കൊള്ളാം. അവളുടെ സാരിയൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് ആ സ്വിമ്മിംഗ് സൂട്ട് കൊടുത്തു നോക്ക്. അപ്പോഴറിയാം അവളുടെ ശരീരത്തിന്റെ വടിവ്. അവള് സ്വിമ്മിംഗ് സൂട്ട് ഇട്ട് വല്ല ആറ്റിലോ കുളത്തിലോ പോയി കുളിച്ച് മരിക്കട്ടെ, നമുക്ക് ഷൂട്ട് ചെയ്യാം. ഞാൻ പറയുന്നു അവള് കലക്കുമെന്ന്. അവളങ്ങനെ കലക്കണ്ട. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചു തരാം. വല്ല 1000 2000 കൊടുക്കാം. എന്താ അവളുടെ ആ കണ്ണ്, അവളുടെ ആ ചുണ്ട്, അവളുടെ ആ മൂക്ക്. എന്ത് താനെന്താ മര്യാദയില്ല പെരുമാറുന്നേ? ഞാൻ ആരാണെന്ന് വിചാരിച്ചേ? ഇതുവരെ ഒന്നും വിചാരിച്ചിരുന്നില്ല, ഇപ്പൊ മനസ്സിലായി. കാണുന്ന പെമ്പിള്ളേരെയൊക്കെ അവരുടെ ശരീരഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന വൃത്തികെട്ട മനസ്സുള്ളവനാണെന്ന് മനസ്സിലായി. അയ്യോ, നല്ല ബ്ലീഡിംഗ് ഉണ്ടല്ലോ. വരൂ. ഹോസ്പിറ്റലിൽ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. മുകുന്ദൻ കാറിൽ പുറകെ വരുന്നുണ്ട്. പേടിക്കാനൊന്നുമില്ല. ഞാനിവിടെ കിടന്ന് ഉരുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വിഷമിക്കാനൊന്നുമില്ല. അല്ല, ഒരേ ഒരു സ്റ്റിച്ച്. എക്സ്റേ എടുത്തു, സ്കാൻ ചെയ്തു, എവരിതിങ് ഈസ് ഓക്കേ. നല്ല വേദനയുണ്ടോ മോനിക്ക? സീതയ്ക്ക് എന്ത് പറ്റി? കുറെ കരഞ്ഞു മട്ടുണ്ടല്ലോ. അത് സീത കാരണമാണല്ലോ മുകുന്ദന് മുറിവ് പറ്റിയത്. ചെറുപ്പം മുതലേ ഇങ്ങനെ ആർക്ക് മുറിവ് പറ്റിയാലും കുറച്ചേരം ഇരുന്ന് കരയും. ഏതായാലും ഇനി മോഡലിംഗിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, വരൂ. വേണ്ട, ഇനി ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. മാഡം പൊക്കോളൂ. അത് ശരി. ഇതുവരെ കൂടെ നിന്ന് എന്നെ അവസാന രംഗം വന്നപ്പോ പറഞ്ഞു വിടുകയാണോ? എല്ലാത്തിനും താങ്ക്സ്. രാത്രി ഒത്തിരി വൈകില്ലേ, അഖില പോയിക്കോളൂ. അപ്പൊ മുകുന്ദനും എന്നെ കൈയൊഴിയാണോ? ഞാൻ വരട്ടെ. ഓക്കെ. ആ, ലൈറ്റ് ഫുഡേ ആകാവുന്ന ഡോക്ടർ പറഞ്ഞത്. വേണമെങ്കിൽ ഞാൻ പൊടിയരിക്കഞ്ഞ് ഉണ്ടായിക്കൊണ്ട് വരാം. ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളാം. അവളുടെ അമ്മൂമ്മയുടെ ഒരു പൊടിയരി കഞ്ഞി നിന്ന് കുണുങ്ങുന്ന കണ്ടപ്പോ മുഖത്തൊരെണ്ണം പൊട്ടിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചതാ. നിങ്ങളെ കരുതി മാത്രമാണ് ക്ഷമിച്ചത്. എന്നാ പോയി റെസ്റ്റ് എടുത്തോളൂ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ പഠിക്കണ്ട. സ്വന്തം അനിയന്റെ മോനാണല്ലോ എന്ന് കരുതി അല്പം സ്വാതന്ത്ര്യം തന്നപ്പോ നീയൊക്കെ എന്റെ തലേ കയറി നിരങ്ങാണല്ലടാ. എന്റെ മുകുന്ദനെ കൈനീട്ടി അടിക്കാൻ നിനക്ക് ആരാണത് അധികാരം തന്ന്? ആ ഡിസൈൻസിന്റെ കാര്യത്തിൽ മുകുന്ദൻ വെറുതെ എന്നോട് അടക്കായിരുന്നു. നിർത്ത്, ഒന്നും പറയണ്ട. നീ മുകുന്ദൻ മാത്രമാണ് എന്റെ ആര്യവിദ്യശാല ഇത്രയും ഡെവലപ്പ് ആക്കിയത്. നീയൊക്കെ എന്ത് പുണ്ണാക്കാണ് അവിടെ ചെയ്തത്? നിന്നെ കുറിച്ച് പല കംപ്ലൈന്റ് കിട്ടിയിട്ടും ഞാൻ ക്ഷമിച്ചു. ഇനി മുതൽ പ്ലാന്റേഷന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നീ അതിന് നിനക്ക് മടിയുണ്ടെങ്കിൽ നിന്റെ വീട്ടിലേക്ക് പോവാം. മനസ്സിലായോ? ഓക്കോ? എനിക്കും ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണല്ലോ ഫാൽഗു പെട്ടെന്ന് സേലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്. അവനും എന്റെ അനന്തരവനാണല്ലോ ഗായത്രിയുടെ മുറച്ചെറുക്കൻ. നിന്റെ സ്വഭാവം എനിക്കറിയരുതോ? അവന്റെ ഇത്തിരി ദമ്പടി കൂടുതൽ കണ്ടോണ്ടല്ലേ നീ അങ്ങോട്ട് ചാടാൻ നോക്കിയത്? അല്ലേലും അമേദ്യത്തിൽ തരി വെറുക്കുന്നവനാണല്ലോ. അയ്യേ, താൻ എന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേ, ഇതിൽ എന്റെ മകൾ ഗായത്രിയുടെ ഇഷ്ടം മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ആ പിന്നെ ഈ മുഹൂർത്തത്തിന് മുമ്പേ നിശ്ചയത്തിന് താരം എത്തിയേക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോടോ. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഞാൻ വിവാഹ നിശ്ചയത്തിന് എത്തും. ആഹാരം കൂടി കഴിച്ചിട്ട് അവിടുന്ന് മടങ്ങും. പോരെ? ഇന്ന് കാലത്താണ് അമ്മാവൻ എന്നെ വിളിച്ചിട്ട് എന്റെയും ഗായത്രിയുടെയും വിവാഹ നിശ്ചയം തീരുമാനിച്ചവരും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അമ്മാവൻ എം ഡിയുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വിവാഹ നിശ്ചയത്തിന് ക്ഷണിക്കാനായിരിക്കും. ഉറപ്പാ.
അതെ ക്ഷണിക്കട്ടെ, സുഹൃത്തുക്കളാവുമ്പോ ക്ഷണിക്കണമല്ലോ. MD വിവാഹ നിശ്ചയത്തിന് വന്നാൽ നിനക്കതിൽ അഭിമാനിച്ചോടാ. ഇത്രയും വലിയൊരു സ്ഥാപനത്തിന്റെ MD നിന്നെ പോലൊരു തന്റെ കല്യാണ നിശ്ചയത്തിന് വരിക എന്ന് പറഞ്ഞ. എടാ മരച്ചിനി, കിഴങ്ങാന്ന് വിളിക്കാൻ മടിയുള്ളൂണ്ടാ. സീതാലക്ഷ്മിയുടെ ഭർത്താവായിട്ടല്ലേ അയാൾ എന്നെ അറിയുന്നത്. എന്ത് നീയും കൊടുക്കും, ഞാനും കൊടുക്കും, നിന്റെ ഭാര്യയും കൊടുക്കും, എന്റെ ഭാര്യയാവും പോണോളും കൊടുക്കും. ഒരു കാരണവശാലും MD വിവാഹ നിശ്ചയത്തിന് വരാൻ പാടില്ല. അത്രേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. നീ എന്ത് ചെയ്യാൻ പോവാ? അതെനിക്ക് സീരിയസ് ആയിട്ടൊന്നും ആലോചിക്കേണ്ടിരിക്കുന്നു. അല്ല, ആ പ്രശ്നം നീ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് സോൾവ് ചെയ്യുന്ന എനിക്കറിയാം. എന്റെ ടെൻഷൻ അതല്ല. ആ ഫൽഗു മൂർഖന എപ്പോ എങ്ങനെ എവിടെ കൂടെ ഇഴഞ്ഞു വന്ന അവൻ കൊത്തുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ശത്രുക്കളെ തകർത്ത് തരിപ്പണമാക്കിയാലല്ലാതെ നമ്മുടെ മുറപ്പെണ്ണുകളെ നമുക്ക് തിരിച്ചു കിട്ടില്ല. നീ പറയുന്നത് പോലെ ഉടൻ പറവളിലിറങ്ങാൻ അത്ര എളുപ്പമല്ല. ജയിലിൽ ചാടിയാലോ? അവനെ തട്ടിക്കഴിഞ്ഞാൽ സീതയും കൊണ്ട് ലങ്കയിലേക്ക് കടക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു തരാം. ഇനി ഒരു ജയിൽ ചാട്ടം അപകടമാണ്. പിടിക്കപ്പെട്ടാൽ പിന്നെ ഒരിക്കലും എനിക്ക് ഇവിടെ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. പക്ഷേ പെട്ടെന്ന് അവർ ഗായത്രിയുടെ വിവാഹ നിശ്ചയം നടത്തും. നിശ്ചയം നടക്കും, പക്ഷെ വിവാഹം നടക്കില്ല. അതുവരെ ഈ രാഘവനെ അടച്ചിടാൻ ഈ ജയിലിന്റെ മതിലുകൾക്ക് ശക്തി ഉണ്ടാവില്ല. നീ വയ്ക്കോ. ശരി രാഘവ. പ്ലാന്റേഷനിൽ തീ പിടിച്ചു. ആരുടെ? നമ്മുടെ. എപ്പോ? ഇന്നലെ രാത്രി. ഇന്നലെ രാത്രിയോ? ഓ, എങ്കിൽ പിന്നെ മുഴുവൻ കത്തി നശിച്ചു കാണും. നമുക്ക് ഉടനെ അങ്ങോട്ട് പോകാം സാർ. എന്തിനാടോ? ചാമ്പല് കാണാനോ? ഫയർ എഞ്ചിനെ വിളിച്ചില്ലടോ? വിളിച്ചു, അവിടെ ഫോൺ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഓ, ഇനി ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാ? മൂന്നപ്പോ എന്തെങ്കിലും ചെയ്യും. ഞാൻ പോയി നോക്കിയാ പോരാ സാർ, സാറും വന്ന് നോക്കണം. അഡ്വക്കേറ്റ് സുകുമാരനാരുടെ മകളുടെ വിവാഹ നിശ്ചയമാണ്. എനിക്ക് അങ്ങോട്ട് പോകണം. വിവാഹ നിശ്ചയമാണോ വലുത്? നമ്മുടെ സ്വന്തം പ്ലാന്റേഷൻ ആണോ വലുത്? പ്ലാന്റേഷൻ കത്തി നശിച്ചില്ലേ? ഇനിയിപ്പോ കല്യാണ നിശ്ചയമാണ് വലുത്. എന്നാലും എത്ര കോടി രൂപയുടെ സമ്പത്താണ് സാർ? അതേടോ, നമുക്ക് വേണേ നിശ്ചയം കഴിഞ്ഞു പോവാം. നിശ്ചയത്തിന് മുമ്പ് പോണം സാർ. മുൻപ് പോയാൽ കത്തിക്കഴിഞ്ഞതൊക്കെ പൂർവ്വസ്ഥിതിയിലാവോ? പോയില്ലെങ്കിൽ മിസ്റ്റർ മുകുന്ദൻ എന്ത് പറ്റി? തീരെ ലോജിക്കല്ല സംസാരിക്കുന്നല്ലോ. പണിക്കരെ, പുറപ്പെടാൻ സമയമായോ? സമയം വൈകിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ പുറപ്പെടൂ. അയ്യോ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നു സാർ. പുറകിന്ന് വിളിച്ചല്ലോ. സാർ മുമ്പ് കയറി പോയതുകൊണ്ടല്ലേ. 7 കോടി രൂപയുടെ ഒരു ഓർഡർ നമുക്ക് തരാൻ വേണ്ടി ഗൗഹട്ടിയിൽ നിന്ന് ഒരു പാർട്ടി താജ് ഹോട്ടലിൽ വന്ന് താമസിക്കുന്നുണ്ട്. 11:30 മണിക്കുള്ള ഫ്ലൈറ്റിൽ അവർ പോകും. അതിനു മുമ്പ് നമുക്കൊന്ന് പോയി അവരെ കാണാൻ സാർ. സാധ്യമല്ല. ഇനി കല്യാണ നിശ്ചയം കഴിഞ്ഞേ ഉള്ളൂ. എന്ത് സാർ? 7 കോടി രൂപയാണ്. കോടികൾ വരും, കോടികൾ പോകും. അതാണ് കോടികളുടെ സ്വഭാവം. മാറി നിൽക്ക്. എങ്കിൽ പിന്നെ ഞാനും കയറാം സാർ. 3 പേര് ഒരുമിച്ച് പോരുന്നതാണ്. അതിപ്പോ ഡ്രൈവർ അടക്കം നമ്മൾ 4 പേരുണ്ട്. ശരിയാണല്ലോ പണിക്കരെ. 4 പേരുണ്ടല്ലോ. ഡ്രൈവർ. അയ്യോ, വണ്ടി വിടല്ലേ. എനിക്ക് എന്തോ പോലെ. ഇപ്പൊ എനിക്ക് എല്ലാം ബോധ്യമായി സാർ. പ്ലാന്റേഷനിൽ തീ പിടിച്ചിട്ടില്ല. 7 കോടിയുടെ പാർട്ടി താജിൽ താമസിക്കുന്നില്ല. അതൊക്കെ ഇന്നലെ കണ്ടൊരു സ്വപ്നമായിരുന്നു. സ്വപ്നം? ആ സ്വപ്നം ഉപബോധ മനസ്സിൽ നിന്ന് ബോധ മനസ്സിലേക്ക് കുരങ്ങിനെ പോലെ ചാടുകയായിരുന്നു. അപ്പൊ തുടങ്ങിയതാണ് എന്റെ പഴയ ഹാർട്ട് അറ്റാക്ക് വീണ്ടും വന്നു. എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വരൂ വരൂ. ഹലോ, ഒന്നുകൂടി. കൺഗ്രാറ്റുലേഷൻ. ഹലോ, അതെ. ഹലോ. ഞാനിപ്പോ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കിടക്കുക. എന്തായി? പറയുന്നത് മുഴുവൻ കേൾക്കടോ. MD യെ തടയാൻ മറ്റു മാർഗങ്ങളൊക്കെ പൊളിഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ ഒരു മാർഗം സ്വീകരിക്കേണ്ടി വന്നു. എങ്ങനെയെന്ന് പറ. MD ഇപ്പോ ഡോക്ടറുമായി എന്റെ ഹാർട്ടിന്റെ ചർച്ചയിലാ. അതെ, എന്റെ ഹൃദ്രോഗത്തിന്റെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ MDയോട് സ്വപ്നയുടെ ഹാർട്ട് ഓപ്പറേഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഉടനെ അങ്ങേര് അവളുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള 1.5 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി എന്റെ കയ്യിൽ തന്നു. ഇങ്ങേര് വട്ടനോ അതോ വട്ട് പിടിച്ച ഒരു ദൈവമോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ? എന്താ കാര്യം? മന്ത്രിക്ക് വരാൻ പറ്റില്ല. ആഹാ, സാരമില്ല, കല്യാണത്തിന് വന്നാ മതി. മന്ത്രിക്ക് വരാൻ പറ്റില്ലെന്ന്. നീ വാ, സമയമായി. മോളെ അങ്ങോട്ട് കൊടുക്കും. ഇതങ്ങോട്ട്.
വിഷുപക്ഷി വിളിക്കുന്നേ വണ്ണാത്തിക്കിളി ചിലയ്ക്കുന്നേ കതിർമണി കൊയ്തെടുക്കാൻ വായോ പൂങ്കാറ്റിൻ കാവൽ കളിമേളം കേട്ടോ പുതുമണ്ണേ പെണ്ണേ ചിന്തില്ലം ചൊല്ലിപ്പുഴ പാടും പാട്ടിൻ തുടി കേട്ടോ കണ്ണേ വിഷുപക്ഷി വിളിക്കുന്നേ വണ്ണാത്തിക്കിളി ചിലയ്ക്കുന്നേ കതിർമണി കൊയ്തെടുക്കാൻ വായോ പൂങ്കാറ്റിൻ കാവൽ കളിമേളം കേട്ടോ പുതുമണ്ണേ പെണ്ണേ ചിന്തില്ലം ചൊല്ലിപ്പുഴ പാടും പാട്ടിൻ തുടി കേട്ടോ കണ്ണേ കോവിലിൽ തേവരുണ്ട് ഗോദാമൂരി പാട്ടുണ്ട് അകിലടി നാഗസ്വരം കേൾക്കണമുണ്ട് ആ കോവിലിൽ തേവരുണ്ട് ഗോദാമൂരി പാട്ടുണ്ട് അകിലടി നാഗസ്വരം കേൾക്കണമുണ്ട് പഴുക്കാ പാക്കുവെട്ടി പന്തലിൽ നൂണുകെട്ടി കഴുത്തെ താലി കെട്ടി കന്നിമാൻ കൂടുകൂട്ടി കറുമ്പി കുറുമ്പി നമ്മുടെ മാംഗല്യം വിഷുപക്ഷി വിളിക്കുന്നേ വണ്ണാത്തിക്കിളി ചിലയ്ക്കുന്നേ കതിർമണി കൊയ്തെടുക്കാൻ വായോ പൂങ്കാറ്റിൻ കാവൽ കളിമേളം കേട്ടോ പുതുമണ്ണേ പെണ്ണേ ചിഞ്ചില്ലം ചൊല്ലിപ്പുഴ പാടും പാട്ടിൻ തുടി കേട്ടോ കണ്ണേ കരിനിറക്കാളയുണ്ട് കണ്ണാടി പൊന്മഞ്ചലുണ്ട് തെനവയൽ കൊയ്തു വരും തെക്കൻ കാറ്റുണ്ട് കരിനിറക്കാളയുണ്ട് കണ്ണാടി പൊന്മഞ്ചലുണ്ട് തെനവയൽ കൊയ്തു വരും തെക്കൻ കാറ്റുണ്ട് പാതിരാ കൂരയിലെ പഴമുളതൻ കട്ടിലിലെ പഴം വായ്ച്ചുരുളിനുള്ളിൽ പളുമ്പേ നിന്നുടെ നെഞ്ചിൽ പരതാം പരതാം നിന്റെ ഈ പൂണാരം വിഷുപക്ഷി വിളിക്കുന്നേ വണ്ണാത്തിക്കിളി ചിലയ്ക്കുന്നേ കതിർമണി കൊയ്തെടുക്കാൻ പൂങ്കാറ്റിൻ കാവൽ കളിമേളം കേട്ടോ പുതുമണ്ണേ പെണ്ണേ ചിഞ്ചില്ലം ചൊല്ലിപ്പുഴ പാടും പാട്ടിൻ തുടി കേട്ടോ കണ്ണേ വിഷുപക്ഷി വിളിക്കുന്നേ വണ്ണാത്തിക്കിളി ചിലയ്ക്കുന്നേ കതിർമണി കൊയ്തെടുക്കാൻ വായോ പൂങ്കാറ്റിൻ കാവൽ കളിമേളം കേട്ടോ പുതുമണ്ണേ പെണ്ണേ ചിഞ്ചില്ലം ചൊല്ലിപ്പുഴ പാടും പാട്ടിൻ തുടി കേട്ടോ കണ്ണീയും കത്രികയും മുകുന്ദന്റെ പെങ്ങൾക്കുള്ളത് ഒരു വീക്ക് ഹാർട്ട് എന്റെയിലുള്ളത് പണം ഇത് മൂന്നും കൂടി ചേർന്നപ്പോ നടന്നത് ഒരു ഓപ്പറേഷൻ അതിന് എന്നോട് മാത്രമായിട്ട് നന്ദി പറഞ്ഞിട്ട് എന്താ കാര്യം അതല്ല സാർ 1.5 ലക്ഷം രൂപ അന്യനായ ഒരാൾക്ക് കൊടുക്കാൻ വലിയ മനസ്സുള്ള ഒരാൾക്കേ കഴിയും നോക്കൂ മുകുന്ദൻ എനിക്ക് വട്ടാണെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത് അതെ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാൽ എനിക്ക് വട്ടില്ല ഇല്ല ബാച്ചിലേഴ്സിനെ മാത്രമേ ജോലിക്ക് എടുക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ ജാതകം ചോദിച്ചു മുകുന്ദനും കരുതി കാണും എനിക്ക് വട്ടാണെന്നല്ലേ എല്ലാത്തിന്റെയും പുറകിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്റെ ജാതക പ്രകാരം 2 കൊല്ലത്തിനകം ഞാൻ മരിക്കും എന്റെ കമ്പനി നിലനിൽക്കണം എന്റെ മകൾ സുരക്ഷിതയായിരിക്കണം രണ്ടിനും പറ്റിയ ഒരാളെ എനിക്ക് വേണമായിരുന്നു കിട്ടി എനിക്ക് അയാളെ കിട്ടി ആശ്ചര്യപ്പെടണ്ട ജാതക പ്രകാരം ഇവിടത്തെ മോൾക്കും മുകുന്ദനും സാർവ പൊരുത്തമുണ്ട് എന്തു പറ്റി മുകുന്ദൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാത്തത് ഏകപ്പെട്ട സ്വത്തുക്കൾ നല്ല കിളികിളി പോലൊരു പെണ്ണ് സന്തോഷിക്കൂ അതെ സന്തോഷിക്കേണ്ടതാണ് പക്ഷേ എന്ത് പക്ഷേ
അത്ര പെട്ടെന്ന് ഇന്നല്ലല്ലോ കല്യാണം. കുറച്ചുകൂടെ നല്ലൊരു ഭർത്താവാണ് അഖിലക്ക് നല്ലത്. മുകുന്ദനാ അവൾക്ക് നല്ലത്. എനിക്ക് ഒരുപാട് പ്രായമായി, അതുകൊണ്ടാ. പ്രായം വേണം, എന്നാലേ പക്വതയുള്ള ഭർത്താവാകാൻ പറ്റൂ. എന്നാ ഞാനിനി ഒരു സത്യം പറയാം സാർ. എനിക്ക് സാറിന്റെ മകളെ ഇഷ്ടമല്ല. വെരി ഗുഡ്. അത്ര പെട്ടെന്ന് മുകുന്ദൻ അവളെ ഇഷ്ടപ്പെടരുത്. അവളുടെ വേഷവും മട്ടും ഭാവവും ഒന്നും എനിക്കും അത്ര ഇഷ്ടമല്ല. കല്യാണം കഴിഞ്ഞ് മുകുന്ദൻ അവളെ മാറ്റിയെടുക്കണം. അതല്ല സാർ പ്രശ്നം. ഒരു പ്രശ്നവും, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം. ഞാനൊന്ന് തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്. ശങ്കരവാര്യരുടെ മകൾ അഖിലയുടെ ഭർത്താവ് മുകുന്ദൻ തന്നെ. കണ്ണ് രണ്ട് കല്യാണം കഴിച്ച എത്രയോ പേരെ എനിക്കറിയാം. ഒന്ന് നോക്കിയാ നല്ലൊരു പ്രപ്പോസലാണിത്. 2 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്ത് ഇപ്പൊ തന്നെ ഉണ്ട്. തീരെ ഒന്ന് എസ് മൂളിയാൽ മുകുന്ദൻ നാളെ ഒരു കോടീശ്വരനാണ്. മനുഷ്യരുടെ തീ ചവിട്ടി നിൽക്കുമ്പോൾ അവന്റെ ഒരു പുളിച്ച തമാശ. എന്റെ അടുത്ത് ചൂടാവുന്ന എന്തിന്? തന്നെ തന്നെ കാലെടുത്ത് തീയിലോട്ട് വെച്ചതല്ലേ. ആ പെണ്ണുമായിട്ട് ക്ലോസ് ആയിട്ട് ഇടപഴകിയപ്പോഴേ ഞാൻ വിചാരിച്ചാ ഇത് ഗോൽമാൽ ഗുലുമാല് തന്നെ. നിന്നോട് ചോദിച്ചപ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ധൈര്യമായിട്ട് മുമ്പോട്ട് പോ എന്ന് നീ പറഞ്ഞല്ലേ? അത് ഞാൻ പറഞ്ഞു. പക്ഷെ ആ ജഡായി പെണ്ണിന് വേണ്ടി അയാള് ഭർത്താവിനെ തേടിനടക്കാന്ന് ഞാൻ അറിഞ്ഞോ? വല്ലാത്ത ഊരാക്കുടുക്കിലാ ചെന്ന് പെട്ടത്. എല്ലാം തുറന്നു പറഞ്ഞാൽ രണ്ടുപേരുടെയും ജോലി പോകും. അത് പോട്ടെന്ന് വെക്കാം. സ്വപ്നയ്ക്ക് ചെലവായ 1.5 ലക്ഷം ഉടനെ കൊടുക്കേണ്ടി വരും. പലതും വിറ്റുപെറുക്കി അതും കൊടുക്കാമെന്ന് വെക്കാം. നുണ പറഞ്ഞതിനുള്ള ശിക്ഷ പിന്നെയും ബാക്കി കിടക്കും. അയാൾ തുളച്ചുകളെ എല്ലാത്തിനെയും. ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. ഒളിച്ചോട്ടം. ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി കിടക്കുക. സീതയ്ക്കും കൂടെ ഒരു വിസ ഒപ്പിക്കാൻ നോക്ക്. അതൊന്നും അത്ര എളുപ്പമല്ല. എങ്കിൽ പിന്നെ നിനക്ക് ഒരു ഭാര്യയും കൂടെ ഇരിക്കട്ടെന്ന് വെക്കാം. ഗോവിന്ദൻകുട്ടി, പിന്നെ എന്ത് ചെയ്യും? നീ ഇവിടെ കെട്ടിക്കോ. ഓ, ചെലവാത്ത സാധനമൊക്കെ എന്റെ തലയിൽ കെട്ടി വെക്കാന്നോ? അവളുടെ കാല് പിടിച്ച് പറയുക, വല്ല വിധേന ഈ കല്യാണത്തിൽ നിന്നൊന്ന് പിന്മാറാൻ. അതേ ഉള്ളൊരു മാർഗം. എന്തേ? സാർ, പലിശക്ക് പണം വാങ്ങിയാണ് ടിക്കറ്റ് എടുത്തത്. സാർ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ ട്രാവൽ ഏജൻസി കുളം തോണ്ടി പോകത്തുള്ളൂ. വിധിയെ തടുക്കാൻ ഈശ്വരന് പോലും കഴിയില്ല. എന്റെ വിധി സാറിന് മാറ്റാൻ നോക്കും. എന്റെ പേരും പറഞ്ഞ് വേറെ ആരെങ്കിലും ടിക്കറ്റ് എടുത്താൽ ഞാൻ എങ്ങനെ ഉത്തരവാദിയാകും? ഇവൻ ആരടാ? ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ പണം മടക്കി കിട്ടുമല്ലോ. പലിശക്ക് പണം എടുത്ത് വാങ്ങിച്ച ടിക്കറ്റ് ആ പലിശ താണ്ടല്ലോ. താൻ മുകുന്ദൻ എന്താ വിളിച്ചത്? താനെന്നോ? അല്ല സാർ, നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിന് ഇയാൾ കയറി ഇടപെടുന്നതിന്. ഇടപെടുപെടോ? ഇനി അങ്ങോട്ട് ഈ സ്ഥാപനത്തിന്റെ എല്ലാ ചുമതലയും മുകുന്ദനാണ്. എന്റെ മകളുടെ ഭർത്താവാകാൻ പോകുന്ന ആളാണ് മുകുന്ദൻ. മനസ്സിലായോ? സാറിന്റെ മകളുടെ? അയ്യോ സാർ, ഇയാള് കല്യാണം കഴിച്ചതാ. നിൽക്കുന്ന സ്ത്രീയാ ഇയാളുടെ ഭാര്യ. എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എനിക്ക് അറിയാവുന്ന സത്യം, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട സത്യം. എന്റെ അമ്മാവ് സാക്ഷിയാണ്. സാറിന് വിശ്വാസമില്ലെങ്കിൽ ഞാൻ എന്റെ അമ്മാവ് വിളിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ എന്തിനാ? 1 മിനിറ്റ് സാർ. പറ, സത്യം പറ. ആ നിൽക്കുന്ന മനുഷ്യനല്ലേ ചേച്ചിയുടെ ഭർത്താവ്? സത്യം പറ, പറ, സത്യം പറ. സത്യം എന്നത് തുറന്ന് പറ. പറ, 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 സത്യം പറ, പറ. എന്റെ ഭർത്താവ് ആരാണെന്നത് താനല്ലേ നിശ്ചയിക്കേണ്ടത്. ആശ്വാസമായി. താങ്ക് യു ചേച്ചി, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. ഇപ്പോൾ തീർച്ചയായും സാർ, ഗോവിന്ദൻകുട്ടി തന്നെ അവരുടെ ഭർത്താവ്. വളരെ വില കൂടിയ അരിയാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയത്. ഈ അരിയോടുകൂടി എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇതെന്റെ അമ്മാവനെ കൂടി അറിയിച്ചാൽ എന്റെ എല്ലാ റൂട്ടും ക്ലിയർ ആയി. ഇതെന്താണ്? വൃത്തിയിട്ടവൻ. എന്റെ അമ്മേ, കുഴഞ്ഞോ ഈശ്വര? അതുകൊണ്ട് നിന്റെ അമ്മാവൻ എന്റെ MD-യെ കാണാൻ പാടില്ല. അഥവാ കണ്ടാൽ തന്നെ അവർ തമ്മിൽ നിന്റെ കാര്യവും എന്റെ കാര്യവും ചർച്ച ചെയ്യുന്ന ഒരു സൗഹൃദ സാഹചര്യം എന്തായാലും ഉണ്ടാവരുത്. ശ്രമിച്ചു നോക്കാം. ഫൽഗു എവിടെ ഉണ്ട്? അത് ശരി, പുറപ്പെട്ട് കഴിഞ്ഞല്ലേ? അമ്മാവനെ ഫൽഗു കാണുന്നതിന് മുമ്പ് നീ കാണണം. എന്നിട്ട് അമ്മാവന് നല്ലൊരു കിസ് കൊടുക്കണം. എടാ, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങ്. ഫൽഗുനെ ഞാൻ വഴിയിലിട്ട് ബ്ലോക്ക് ചെയ്തോളാം. ഓക്കെ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കലക്കിക്കോണം. അതാണ് നമ്മുടെ കക്ഷി.
ഇവനെ അറിയും. പറ ഫൽഗു, ഞാൻ നിന്റെ കത്തിനാണെന്ന്. എന്റെ കത്തിനോ? എനിക്ക് അയാളെ പരിചയം പോലുമില്ല. ആരാ താങ്കൾ? അയ്യോ ഏയ്, എന്താ പ്രശ്നം എന്താ? ഫൽഗു, എവര് പറയാ ഞാൻ ന്യൂയോർക്കിലേക്കുള്ള 50 ടിക്കറ്റിന്റെ കാശും വാങ്ങിയിട്ട് മുങ്ങി നടക്കുകയാണെന്ന്. നീ അതും ചെയ്യും അതിന്റെ അപ്പുറം ചെയ്യും. തല്ലി ചതക്കില്ലേ? വെയിറ്റ്, ഞാൻ ഇവനെ പോയി ട്രാവൽ ഏജൻസി നടത്തുന്നവനാ. എന്നെ പറ്റി വല്ല കംപ്ലൈന്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാറിന്റെ പേരെന്തോ? ഐ ആം സേലം ഫൽഗു, പ്രൊപ്പറേറ്റർ ഓഫ് ഗായത്രി ട്രാവൽസ്. അത് ശരി. അപ്പൊ ഇവനാണ് നമ്മുടെ മൊയ്തീന് വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങിച്ചിട്ട് മുങ്ങിയത്. അടിയടാ ഇവനെ. പറഞ്ഞതിലും കൂടുതൽ കാശുണ്ട്. ഹാപ്പി ആണല്ലോ. ഒരു പൊട്ടക്കിണർ, അതിനകത്ത് ചിലപ്പോ പ്രാവും കുയിലും കൂടുകൂട്ടിയെന്നിരിക്കും. വിഷം ചീറ്റുന്ന മൂർഖനും അണലിയും കണ്ടെന്നിരിക്കും. പുറമേ നിന്ന് നോക്കുമ്പോ നമ്മൾ ഇതിനെയൊന്നും കണ്ടെന്ന് വരില്ല. അതുപോലെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു പൊട്ടക്കിണറാണ് മനുഷ്യ മനസ്സ്. ശങ്കരവാര്യരുടെ മനസ്സാകുന്ന കിണറ്റിൽ എന്തൊക്കെ നിഗൂഢതകളുണ്ടെന്ന് ആരറിഞ്ഞു? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം സാർ. ഈ അവാർഡ് പടം പോലെയാണ് മനുഷ്യന്റെ മനസ്സ്. നമ്മൾ കാണുന്നതൊന്ന്, മനസ്സിലാക്കുന്നത് മറ്റൊന്ന്, സംവിധായകൻ ഉദ്ദേശിക്കുന്നത് വേറൊന്ന്, അവാർഡ് കമ്മിറ്റി കണ്ടെത്തുന്നത് ഇതൊന്നുമല്ലാത്തതൊന്ന്. അതുപോലെ ദുരൂഹതകളുടെയും പിടികിട്ടാ വള്ളികളുടെയും ഒരു ഗുഹയാണ് എന്റെ അമ്മാവന്റെ മനസ്സ്. ഇപ്പോഴീ ഗുഹയെ പറ്റി പറയാൻ കാര്യം പറയാം സാർ. അമ്മാവ, വേറൊരാൾ അയാളുടെ മകളുടെ ഭർത്താവാക്കാൻ വേണ്ടി നമ്മുടെ ഗോവിന്ദൻകുട്ടിയെ വലവേശി പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത കേട്ടാൽ അമ്മാവന്റെ പ്രതികരണം എന്തായിരിക്കും? തൽക്കാലം ഒരു പ്രതികരണത്തിന്റെ ആവശ്യമില്ലല്ലോ. ഗോവിന്ദൻകുട്ടിയെ എന്റെ മകളുമായുള്ള വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞതല്ലേ. നിശ്ചയിച്ചതൊന്നും പ്രശ്നമേ അല്ല. ഗോവിന്ദൻകുട്ടിയെ വേറൊരാൾ വേറെ കല്യാണം കഴിപ്പിക്കുന്നു. വാട്ട് വിൽ ബി യുവർ റിയാക്ഷൻ? അങ്ങനെ ഒരുത്തനും ഒന്നും ചെയ്യൂല എന്ന് എനിക്ക് ഉറപ്പുള്ളപ്പോ ഞാനെന്തിന് വെറുതെ റിയാക്ട് ചെയ്ത് എന്റെ റിയാക്ഷൻ വേസ്റ്റ് ചെയ്യണം? അല്ല, അഥവാ സാറിന്റെ ഭാവി മരുമകനെ കുൽസിത മാർഗങ്ങളിലൂടെ ഏതെങ്കിലും തെമ്മാടി സ്വന്തം മരുമകനാക്കാൻ ശ്രമിച്ചാൽ അവന്റെ തലയടിച്ച് പൊട്ടിക്കും ഞാൻ. വെരി ഗുഡ്. അടിച്ചു പൊട്ടിക്കാൻ എളുപ്പമുള്ള തലയാ. ആള് കഷണ്ടിയാ. സാറിന്റെ ആത്മാർത്ഥ സുഹൃത്താ. ആരാണ് ദ്രോഹി? ആ ദ്രോഹിയുടെ പേര് പറഞ്ഞാൽ അമ്മാവൻ ഞെട്ടരുത്. അത് മറ്റാരുമല്ല, ശങ്കരവാര്യർ. സുകുമാരൻ നായരോ? താൻ പറഞ്ഞത് സത്യമാണോ? അതെ സാർ. എനിക്കിട്ട് ബർമ്മ വെക്കാൻ മാത്രം വളർന്നോ? സാർ ഇപ്പൊ എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തി തരാം. താൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്ന് സുകുമാരന്റെ അന്ത്യം, സത്യമല്ലെങ്കിൽ നിന്റെ അന്ത്യം. അറിഞ്ഞു. ഗോവിന്ദൻകുട്ടിയുടെ കല്യാണ കാര്യം. അതെ അതെ. മാമ, ഇവര് വിശ്വസിക്കരുത്. കളനാണ്. ഇവന്റെ ഭാര്യയല്ല അവന്റെ ഭാര്യ, അവന്റെ ഭാര്യയല്ല ഇവന്റെ ഭാര്യ. ഇവന്റെ ഭാര്യ അവൻ കെട്ടിയാലും, അവന്റെ ഭാര്യ ഇവൻ കെട്ടിയാലും ഇവന്റെ ഭാര്യ അവന്റെ ഭാര്യ ആകുമ്പോ എന്തായാലും നിന്റെ ഭാര്യ തമിഴത്ത് തന്നെ. അമ്മാവകർ, സാറുമായിട്ട് ഇത്രയും നല്ലൊരു ആത്മബന്ധം ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിക്കും ചതി തന്നെയാണ്. വെറുതെ വിടരുത് അയാളെ. അത് തന്നെയാണ് സാർ ഞാനും പറയുന്നത്. നാട്ടിൽ വേറെ എത്ര ആണുങ്ങളുണ്ട്. എന്നിട്ടും അമ്മാവന്റെ മോളുമായി മോതിരം മാറ്റം വരെ നടത്തിയ ഗോവിന്ദൻകുട്ടിയെ തന്നെ പാട്ടിലാക്കുക എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ തമ്മിൽ പൂർവ്വ വൈരാഗ്യം വല്ലതും ഉണ്ടോ? ഉണ്ടാവണമല്ലോ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാറിയ പണി അയാൾ ചെയ്യോ? അവൻ നാറിയാണെങ്കിലേ ഞാൻ പരമ നാറിയാണ്. അതവന് ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. അവൻ എന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ. എന്നോട് കളിച്ചാൽ അവനെ മാത്രമല്ല അവന്റെ കുടുംബം മുഴുവൻ ഞാൻ കൊളം തോണ്ടും. കണ്ടോ സാർ, ഇപ്പൊ എങ്ങനെയുണ്ട്? മരുമകനാക്കാൻ വേണ്ടി 24 മണിക്കൂറും കൂടെ കൊണ്ട് നടക്കുക. ഇതിനെ ചാക്കിട്ട് പിടുത്തന്നല്ല എന്താ പറയാ? ഇങ്ങനെ എപ്പോഴും കൂടെ കൊണ്ടു നടക്കാൻ മുകുന്ദൻ എന്താ അങ്ങയുടെ കെട്ടിയോളാണോ? വേണ്ട സാർ, സാഹസമൊന്നും കാണിക്കണ്ട. അഹിംസയായിരിക്കണം നമ്മുടെ ആയുധം. കുട്ടി, ആ ജിറാഫിന്റെ ചേടത്തൊന്ന് പൊട്ടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. എന്നാ പിന്നെ സാറിന്റെ ഇഷ്ടം. എടാ തെണ്ടി, എന്നെ നിനക്ക് ശരിക്കറിയില്ല. ഈ മാന്യതയൊക്കെ എന്റെ പുറം മോടിയാണ്. തെറ്റിയാ ഞാൻ വെറും ചെറ്റയാ. നീ ചെറ്റയാണെങ്കിൽ അതിലും വലിയ തൊട്ടിയാണടാ ജിറാഫെ. അത് പ്രത്യേകിച്ച് പറയണ്ട. ആ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഓ, ഒരു മാന്യൻ. പണ്ട് കോളേജിലെ മണി അഴിച്ചോണ്ട് വിറ്റ് വെള്ളം അടിച്ചവനല്ല തെണ്ടി നീ, കള്ള കാഫറെ ജിറാഫെ. ലേഡീസ് ഹോസ്റ്റലിലെ പെൺവേഷത്തിൽ കയറി വാച്ചറടയിൽ നെടികൊണ്ട് 3 മാസം ആശുപത്രി കിടന്നവനല്ലടാ ചെറ്റയാ. ഞാൻ ഇനി 6 മാസം കിടക്കും. ഞാൻ ഇനിയും പെർമിഷൻ കിട്ടും. നിനക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റൂടാ? ചെയ്യടാ. പന്നി, നീയല്ലടാ അന്ന് എന്നെ സാരി ഉടുപ്പിച്ചത്. നീയല്ലടാ എന്റെ ബ്ലൗസിന്റെ ഹൂക്കിട്ടത്. അത് ശരി. അരിയും തിന്ന് ആശാരിച്ച് നീ കടിച്ചിട്ട്? ഏത് ആശാരിച്ചാടാ ഞാൻ കടിച്ചത്? പാടുപെട്ട എന്റെ മോക്ക് ഞാനൊരു ചെറുക്കനെ കണ്ടുപിടിച്ചപ്പോ അവനെ തന്നെ നിനക്ക് വേണം അല്ലടാ തെണ്ടി. അതേടോ, അവനെ ഞാൻ എടുത്ത താൻ എന്നെ ഞൊട്ടുപോടോ. എങ്കിൽ പിന്നെ അത് തന്നെ എനിക്കൊന്ന് കാണണം. അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചേ. അതിനു മുമ്പ് അവനെ എന്റെ വരുമാനാക്കും. ഒരു പല്ലും ചെയ്യില്ലടോ. സത്യം പറയുമ്പോ മാമൻ ഞെട്ടരുത്. ഈ ഗോവിന്ദൻകുട്ടി വേറെ കല്യാണം ഞാൻ കഴിക്കണമെന്നോ? അതിന് എന്നെ കിട്ടൂലടാ. അമ്മാവാ, ഇവൻ MD-യുടെ ആളാ. കാശ് വാങ്ങിച്ചോണ്ട് ഇവൻ വേറെ കല്യാണം കഴിക്കണമെന്ന് പറയാം. എം
കെട്ടുകയല്ല. ഏത് തെണ്ടി പറഞ്ഞാലും ഞാൻ അമ്മാവന്റെ മോളെ കെട്ടു. അതാണ് എന്റെ കണ്ടീഷൻ. വേറൊരു മാമൻ പോലെ ഇരിക്കില്ല മാമ. നീ പോടാ. എന്താണോ നോക്കുന്നേ? അല്ല, പിറകെ പോലീസുകാരൊന്നും കാണുന്നില്ല. ഇത്തവണ പോലീസ് വരില്ല. ഞാൻ ജയിൽ ചാടിയതല്ല. അടുത്ത മാസം ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തെ ഇളവ് കിട്ടി. ഇനി എത്രയും പെട്ടെന്ന് എന്റെ പെണ്ണിനെ തട്ടിയെടുത്തവന്റെ കഥ കഴിക്കണം. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവളുടെ ഭർത്താവായി ജീവിച്ചിട്ട് തിരിച്ച് ജയിലിലേക്ക് പോകണം. രാഘവേട്ടൻ ആരെ വേണമെങ്കിൽ കൊന്നോ, അതിനെന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ ആഗ്രഹിച്ച എന്റെ ഗായത്രിക്കുട്ടിയെ രാഘവേട്ടൻ എനിക്ക് നേടിത്തരണം. കൊലക്കേസിൽപ്പെട്ട് ഒരു ദിവസം പോലും രാഘവേട്ടൻ അകത്തെടുക്കേണ്ടി വരില്ല. എത്ര പണം മുടക്കേണ്ടി വന്നാലും, സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും ഞാൻ രാഘവേട്ടനെ രക്ഷപ്പെടുത്തും. ബാക്കിയുള്ള കാലം രാഘവേട്ടന്റെ മുറപ്പെണ്ണും ഒരുമിച്ച് രാഘവേട്ടന് സുഖമായി കഴിയാം. ഇത് സത്യം രാഘവേട്ട, സത്യം സത്യം സത്യം. മാമാ മാമാ, ഗോവിന്ദൻകുട്ടിയുടെ സകലവിധ കള്ളത്തരങ്ങളുടെ കലവറ ഞാൻ ഇന്നത്തോട് പൊളിക്കും. അതിനുള്ള ശരിയായ തെളിവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് കോന്തായി പറയുന്നത്? രാഘവൻ, റൗഡി രാഘവൻ. മാമ, നമ്മുടെ ഗോവിന്ദൻകുട്ടി കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ റൗഡി രാഘവന്റെ മുറപ്പെണ്ണായ സീതാലക്ഷ്മിയെയാണ്. അത് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് നമ്മുടെ ഈ റൗഡി രാഘവൻ. നീ പറയുന്നത്? അമ്മാവതേ രാഘവൻ വന്ന് പുറത്തു നിൽക്കുക. ദേഷ്യം വന്ന കൊലപാതകം വരെ ചെയ്യാൻ മടിക്കാത്ത ആളാ. വാ മാമ. ഇവൻ പറഞ്ഞ സംഭവങ്ങൾ താൻ കണ്ടതാണോ? ഞാൻ കാണാൻ വന്നതല്ല. മര്യാദയ്ക്ക് അവനെ പുറത്തുവിട്ടേക്ക് എല്ലാത്തിനും അരിഞ്ഞുകളയും. ആള് തെറ്റിയതാണോ? ഇപ്പൊ അവനെ കണ്ടാ തിരിച്ചറിയോ? എന്റെ കുടുംബജീവിതം തകർത്ത തെണ്ടിയെ ഞാൻ വെറുതെ വിടില്ല. എന്റെ കണ്ണിൽ നിന്നവൻ മാത്രമേ ഉള്ളൂ. ഇത് വിശ്വസിക്കാമോ? അതോ വല്ല തെറ്റിദ്ധാരണയാണോ? മാമ, ഒരു തെറ്റിദ്ധാരണയുമില്ല. ഞാനിപ്പോ കാണിച്ചു തരാം. രാഘവേട്ട, ഒരു നിമിഷം കൂടി. ഈ ഫോട്ടോയിൽ ഗോവിന്ദൻകുട്ടുണ്ടെന്ന് അമ്മാവൻ ചോദരി അപ്പറിയാൻ കാര്യം. അവൻ തന്നെ. എനിക്ക് ഫോട്ടോ കാണണ്ട. രാഘവൻ തിരിച്ച് ജയിലിലേക്ക് പോകാൻ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് അവനോട് പറഞ്ഞേക്ക്. വിടില്ല ഞാൻ അവനെ. സീത എവിടെ? എന്തോ വാങ്ങാൻ പുറത്തു പോയി. എന്തേ? ആ കാർക്കോടകി വരുന്നുണ്ട്. അരെ, നിന്റെ പുതിയ ഭാര്യ. യെസ്. ഇന്നാണ് ഞാൻ വിവരങ്ങളെല്ലാം അറിഞ്ഞത്. എന്ത് വിവരം? ഡാഡി നമ്മുടെ കല്യാണം തീരുമാനിച്ച കാര്യം. അഖില, എനിക്ക് അഖിലയോട് കുറെ കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ട്. എനിക്കുണ്ട്. എല്ലാം തുറന്ന് പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു ദിവസമായി. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ... അതെ, ഡാഡി പറഞ്ഞു മുകുന്ദൻ എന്നെ വലിയ ഇഷ്ടമാണെന്ന്. താങ്ക്സ് അലോട്ട്. സ്നേഹിക്കുന്നതല്ല, വെറുക്കുന്നതല്ലേ കുറ്റം. അതെ അതെ, സ്നേഹിക്കുന്നത് നല്ലതാണ്, വളരെ നല്ലതാണ്. എന്റെ കാര്യത്തിൽ മുകുന്ദൻ അപ്സെറ്റ് ആകരുത്. ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു. ആള് സ്റ്റേറ്റ്സിലാ. സമയമാവുമ്പോ ഡാഡിയോട് പറയാമെന്ന് കരുതിയതാ. വൈകി. ഞാൻ ആകെ കുഴപ്പത്തിലാ. ഡാഡി ഒരു തീരുമാനം എടുത്താ മാറ്റാൻ പ്രയാസമാ. മുകുന്ദൻ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. അത് പക്ഷെ ഞാൻ അഖിലയെ വല്ലാതെ സ്നേഹിച്ചു പോയി. അഖില എന്റെ മനസ്സിൽ പതിഞ്ഞുപോയി, തറഞ്ഞുപോയി. പറിച്ചു മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്.
പ്ലീസ് മുകുന്ദൻ. അതത്ര എളുപ്പമല്ല അഖില. എനിക്ക് വേണ്ടി ഞാൻ കാല് പിടിക്കാം. ഞാൻ ഒന്നാലോചിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്കും ഇതുപോലൊരു ആപത്ത് വന്നാൽ അഖില... എന്താപത്ത്? അല്ല, എന്തെങ്കിലും കാരണം കൊണ്ട് എന്റെയോ ആ സീതയുടെയോ ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ സീത ഉണ്ടല്ലോ, അവരുടെയോ ജോലിക്ക് വല്ല പ്രശ്നം ഉണ്ടായാൽ, ഉദാഹരണത്തിന് ഇപ്പൊ ചിലപ്പോ കുട്ടിയുടെ അച്ഛൻ ഞങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്ന് വിചാരിക്കാം. എന്തിനു പിരിച്ചുവിടണം? എന്തിനു പിരിച്ചു വിടാതിരിക്കണം? കാലം അതാണല്ലോ. അതൊന്നും ഉണ്ടാവില്ല. പോരാ, എനിക്ക് ഉറപ്പ് തരണം. തന്നിരിക്കുന്നു. എങ്കിൽ ഞാൻ എന്റെ അഖിലയെ വേദനയോടെ മറക്കാൻ ശ്രമിക്കും. ഇപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത്. എന്റെയും. അങ്ങോട്ട് പോരും. എന്താ? ബൈ മുകുന്ദൻ. ആഹാ, എന്താ ഭാര്യയും ഭർത്താവും കൂടി ഒരു ഒളിച്ചുകളി? ഞാൻ എന്റെ ഭാര്യയോട് ഒരു രഹസ്യം പറയായിരുന്നേ. ഉയ്യോ. ഇവിടെ നിന്ന് മോങ്ങിയ അരിഞ്ഞു കളയും ഞാൻ. ആസത്തെ എങ്ങനെ ഞാൻ ആൾക്കാരുടെ മുഖത്ത് നോക്കും ഭഗവാനെ? നിശ്ചയവും കഴിഞ്ഞ് മോതിരവും മാറി. എന്നെ മാനം കെടുത്താൻ മാത്രം ജനിച്ചതാടി നീ. ഗായത്രി, നിക്കടാ. അമ്മ, എല്ലാം ഒരു തെറ്റിദ്ധാരണയാണ്. സത്യത്തിൽ നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. മാർക്കറ്റിംഗ് സെക്ഷനിൽ വിവാഹം കഴിഞ്ഞവരെ നിയമിക്കില്ല എന്നറിഞ്ഞ് ജോലി കിട്ടാൻ വേണ്ടി വിവാഹം കഴിച്ചിട്ടില്ല എന്നൊരു കള്ളം MD-യോട് മുകുന്ദൻ പറഞ്ഞു. MD-യുടെ മകൾ വീട്ടിൽ വന്നപ്പോ സീതയെ കണ്ടു. അവരുടെ മുമ്പിൽ സീതയ്ക്ക് എന്റെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്നു. അത് കണ്ടിട്ടാണ് ഗായത്രി എന്നെ തെറ്റിദ്ധരിച്ചു. മതി ഗോവേട്ട, നുണ പറഞ്ഞത് മതി. ലോകത്ത് ഒരു പെണ്ണും എന്തിനു വേണ്ടിയായാലും സ്വന്തം ഭർത്താവിനെ മാറ്റി പറയില്ല. ഗായത്രി, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് വേറൊരു ഭാര്യ ഉണ്ടെങ്കിൽ എന്തിന് നീയുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കണം? മോതിരം മാറണം? പറ. എടാ, പത്രം വായിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം നിന്നെപ്പോലുള്ള കല്യാണ തട്ടിപ്പുകാരുടെ ഉദ്ദേശം എന്താണെന്ന്. സീതയെ കെട്ടിയതും MD-യുടെ മകളെ ആലോചിച്ചതും ഇവിടെ ഗായത്രി കുട്ടിയുമായി കല്യാണം ഉറപ്പിച്ചതുമെല്ലാം പണത്തിന് വേണ്ടി, സ്വത്തിന് വേണ്ടി, അതിനു വേണ്ടി മാത്രം. ട്രാവൽസ് കടത്തിലായപ്പോൾ നീ കണ്ടുപിടിച്ച മാർഗം കൊള്ളാം. എടാ, പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടല്ല പണക്കാരനാകേണ്ടത്. നീ എന്ത് പറഞ്ഞാലും ഗായത്രിക്ക് എന്നെ അറിയാം. അമ്മാവ, എല്ലാവരും ചേർന്ന എന്റെ മോളെ ഈ നിലയിലാക്കിയത്. ഇറങ്ങടാ ഈശോനെ സാക്ഷ്യത്തിൽ ഞാൻ പറയാം. അമ്മ, വിശ്വസിക്കാമോ? അമ്മ, ഇതോടെ നീയുമായുള്ള ബന്ധം അവസാനിച്ചു. ഞാനീ കേൾക്കുന്നേ, വക്കീൽ സുമാരന്റെ മകളെ നീ കല്യാണം കഴിക്കാൻ പോകുന്നോ? അമ്മയുമായി അങ്ങേര് സംസാരിച്ചു. അമ്മ എന്നെ വല്ലാതെ നിർബന്ധിക്കുക. നിന്റെ അമ്മയല്ലേ, വലിയ ശ്രീധനം കിട്ടുമെന്ന് വിചാരിച്ചു കാണും. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഈ സുമാരൻ എന്ത് പറ്റി? അവന് തലയ്ക്ക് വട്ടാണോ? ഒരേ ഒരു മകള്, അവൾക്കൊരു ഭർത്താവിനെ കിട്ടാൻ ഇത്ര പ്രശ്നമാണോ? ഒരിക്കൽ നമ്മുടെ മുകുന്ദനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചവനാ അവൻ. അല്ല, വേറൊരുത്തരുമായിട്ട് മോതിരം മാറിയതല്ലേ നീ കെട്ടാൻ പോണ പെണ്ണ്? അതിന് മോതിരം മാത്രമല്ലേ വിളിച്ചാ മാറിയിട്ടുള്ളൂ. ആ കുട്ടിയുടെ 2 മുറച്ചെറുക്കന്മാർ ചേർന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിലയാൾ വല്ലാതെ വിഷമിച്ചു, മടുത്തു. അങ്ങനെ എങ്ങനെ ഒരു ആലോചന തന്നെ ഉണ്ടായത്. ഗുരുവായൂരിൽ വെച്ചായിരിക്കും കല്യാണം. വല്യച്ഛൻ വരണം, അനുഗ്രഹിക്കണം. ഞാൻ വരാം, അനുഗ്രഹിക്കാം. പെണ്ണ് കിട്ടിയാലെങ്കിൽ ഒരു മനുഷ്യനെ പോലെ ജീവിക്കണം. അവളുടെ സ്വത്ത് മാത്രമായിരിക്കരുത് ഇതിന്റെ ഉന്നം. മനസ്സിലായോ? മനസ്സിലായി. എന്നാ പൊക്കോ. കമ്പ്യൂട്ടർ. ഞാൻ കേട്ടൊക്കെ സത്യമാണോ? എന്താടാ? മാമൻ ഗായത്രിയെ ഏതൊരു പ്രേമിന് കെട്ടിച്ചെടുക്കാൻ പോകണോ? ഓഹോ, അതിനിപ്പോ നിന്റെ സമ്മതം കൂടെ വാങ്ങണോ ഞാൻ? മനസാക്ഷി എന്ന ഒന്നുണ്ടോ മാമന്? സേലത്തു നിന്ന് വന്ന് അന്ന് മുതൽ മോഹിപ്പിച്ചിട്ട് ഇപ്പോ... മോഹിപ്പിക്കുകയോ? ഞാൻ ആരെയും മോഹിപ്പിച്ചിട്ടില്ല. തന്നെത്താൻ അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ അത് ഞാനാണോ കുറ്റക്കാരൻ? തെണ്ടികളായ 2 അനന്തരവന്മാരുടെ ഇടയിൽ കിടന്ന് നശിക്കാനുള്ളതല്ല എന്റെ മകളുടെ ജീവിതം. തെണ്ടിയോ? ഞാനോ? എന്തെല്ലാം സാധനങ്ങൾ മാമൻ എന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി. മീൻ, ഇറച്ചി, ഫ്രൂട്ട്സ്, തുണിത്തരങ്ങൾ, VCR, പിന്നെ... മതി, നിർത്ത്. നാണം കെട്ടവൻ.
ഇതൊക്കെ വിളിച്ചു പറയുന്ന നീ ഒരു ചെറ്റയാ. അതുകൊണ്ട് തന്നെയാ എന്റെ മകളെ നിനക്ക് കെട്ടിച്ച് തരാത്തതും. ഇത് അവസാനത്തെ വാക്കാണോ? അതെ, മേലാൽ നീ പടിക്കകത്ത് കയറി പോകരുത്. എടാ മാമ, താൻ അമ്മാവനല്ല, മാമയാണ് മാമ. ഇതിന് ഞാൻ പ്രതികാരം ചെയ്തില്ലെങ്കിൽ എന്റെ പേര് സേലം ഫൽഗുന്നല്ലോ. ഇറങ്ങി പോടാ തെണ്ടി. താൻ ഈ കല്യാണം നടത്തുമെന്ന് നമുക്ക് കാണാം. വളരെ ശോഭിച്ചിട്ടാണല്ലോ അനന്തരം പോയത്. അത് പിന്നെ അവൻ ഈ ട്രാവൽ ഏജൻസി തുടങ്ങാൻ നേരത്ത് എന്റെ കയ്യിൽ നിന്ന് കുറെ കാശ് കടം വാങ്ങിയിരുന്നേ. കല്യാണത്തിന് ആവശ്യം വന്നപ്പോ അത് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. ഇപ്പൊ തരാനില്ലെന്ന്. ഞാൻ ആ കരണക്കുറ്റിക്കൊന്ന് പൊട്ടിച്ചു. അതിന് ദേഷ്യത്തിലാ. വരൂ ഇരിക്കൂ. അപ്പൊ ഈ കല്യാണം നടത്തുന്നത് കാണുമല്ലോ നാം പറഞ്ഞത്. അത് അവൻ അങ്ങനെ ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ശരിയാ. അർഹിക്കുന്നതല്ലേ ആഗ്രഹിക്കാവൂ. കാണാൻ പറ്റിയ ഒരു കോലമുണ്ടോ അവന്? അപ്പൊ ഈ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് അല്ലേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഗോവിന്ദൻകുട്ടി അടങ്ങിയിരിക്കുമെന്ന് അമ്മാവൻ കരുതുന്നുണ്ടോ? അതിപ്പോ അവൻ വിചാരിച്ചാൽ അത്രയ്ക്ക് നിസ്സാരനായിട്ട് അവനെ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മാവൻ എത്രയും പെട്ടെന്ന് എന്റെ വല്യച്ഛനെ കാണണം. ഈ വിവാഹത്തിന് ഇങ്ങനെ ചില ഭീഷണികൾ ഉണ്ടെന്നും അതുകൊണ്ട് നിർബന്ധമായും ചടങ്ങിൽ സംബന്ധിക്കണമെന്നും അദ്ദേഹത്തോട് പറയണം. MD കല്യാണത്തിന് വരാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ശങ്കരൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. എല്ലാം ഭംഗിയാവണമെങ്കിൽ ചിലപ്പോ പോലീസിന്റെ സഹായം കൂടി വേണ്ടി വന്നേക്കും. പോലീസ് എസ്കോർട്ടിന്റെ ഒന്നും ആവശ്യം വേണം. ചില സന്നാഹങ്ങൾ ഉണ്ടായേ പറ്റൂ. കല്യാണ പാർട്ടി ഗുരുവായൂരേക്ക് യാത്ര തുടങ്ങുന്നത് മുതൽ ഗായത്രിയും ഗോവിന്ദൻകുട്ടിയും തമ്മിൽ സ്നേഹമാണ്. അവർ തമ്മിൽ മോതിരം മാറ്റം വരെ നടത്തിയതുമാണ്. അപ്പൊ പിന്നെ ഇപ്പോ എന്തടിസ്ഥാനത്തിലാണ് അവളെ മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പുറപ്പെടുന്നത്? ഗായത്രി എന്റെ മകളാണ്. അവളെ എനിക്ക് ഇഷ്ടമുള്ളവർ ഞാൻ കെട്ടിച്ചു കൊടുക്കും. എന്തടിസ്ഥാനത്തിൽ? ഗോവിന്ദൻകുട്ടി മറ്റൊരു കല്യാണം കഴിച്ചു എന്നുള്ള ധാരണയിൽ അല്ലേ? തന്റെയൊക്കെ തലക്കകത്ത് കളിമണ്ണാണ്. ഞങ്ങൾ വീട്ടിൽ വന്ന് പറഞ്ഞതല്ലേ സീത ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യയല്ല. അവൾ തെമ്മാടിത്തരം കാണിക്കുന്നു. പട്ടി എന്താ മൂന്ത ഇതൊക്കെ? എല്ലാം ഞാൻ പറയാം സാർ. സത്യത്തിൽ സീതാലക്ഷ്മി മൂന്ത ഒന്നും പറയണ്ട. ഇറങ്ങി വാടി. എല്ലാവരും ഉണ്ടല്ലോ. നന്നായി, വളരെ നന്നായി. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഫൽഗുന. എന്റെയും നിന്റെയും ആഗ്രഹം ഒരുമിച്ച് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ വാക്ക് പറഞ്ഞതുപോലെ ആദ്യം നിന്റെ കാര്യം. ഇതല്ലേ നിന്റെ പെണ്ണ്? അതെ. മോളെ ചെല്ലി ഫൽഗു ചേട്ടനോട് ചെല്ലി. വാടാ.
ഒരു കാറെടുക്ക, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. എന്റെ കാര്യം സാരല്ലടാ, ഗായത്രി നീ തന്നെ. വേണ്ടടാ, എന്നെ വിശ്വാസമില്ലാത്ത അവൾ എനിക്ക് വേണ്ട. കാറെടുക്ക. കഞ്ഞിയൊക്കെ കുടിക്കാറായോ? മുറിവിന്റെ ആഴം വെച്ച് നോക്കുമ്പോ രക്ഷപ്പെടുന്ന കാര്യം തന്നെ സംശയമായിരുന്നല്ലേ? അങ്ങനെയുള്ള ആൾ 5-ാം ദിവസം തന്നെ കഞ്ഞി, ചമ്മന്തിയും ഒരു ചുട്ട പപ്പടം കൂടെ ആവായിരുന്നു. ആരാ കഞ്ഞി ഉണ്ടെന്ന്? ഗോവിന്ദൻകുട്ടി അല്ലേ? ഈ കഥയിൽ ഈ കഞ്ഞി കൊണ്ടുവരാൻ ഗോവിന്ദൻകുട്ടിയാ യോഗ്യൻ. ഗായത്രി, ഗായത്രിക്ക് മൊത്തത്തിലൊരു ചമ്മലുണ്ടല്ലോ, കളഞ്ഞേക്ക്. ഒരു ഭാര്യയായി കഴിഞ്ഞാലെങ്കിലും ഈ സംശയം എന്ന് പറയുന്ന രോഗം അവസാനിപ്പിക്കണം. ഇല്ലെങ്കിലേ ജീവിതം നാശകോടാലേ പോവും. ആരാ മനസ്സിലായില്ല? ഞാൻ മുകുന്ദനെ കുത്തിയ രാഘവനില്ലേ, അയാളുടെ അനിയൻ. ഇന്നത്തെ പത്രം കണ്ടോ? സബ് ജയിലിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ജീപ്പിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച രാഘവൻ എതിരെ ചീറിപ്പാഞ്ഞു വന്ന ബസ്സിനടിയിൽപ്പെട്ട് ചതഞ്ഞു മരിച്ചു. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? എന്റെ ചേട്ടന്റെ മരണത്തിനിടയാക്കിയവരോട് എനിക്ക് പകരം വീട്ടണം. എന്നോട് നുണ പറഞ്ഞവരെയും എന്നെ ചതിച്ചവരെയും തൊലച്ചിട്ടുണ്ട് ഞാൻ. ഒന്ന് എണീറ്റിരിക്കാൻ പ്രാപ്തിയായിക്കോട്ടെ എന്ന് കരുതി കാത്തിരുന്നാണ്. നിങ്ങൾ രണ്ടുപേരെയും ഡിസ്മിസ് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇപ്പൊ എനിക്ക് അതിനുള്ള അധികാരമില്ല. അത്യാവശ്യം നാടകം കളിക്കാൻ എനിക്കും അറിയാം സാറന്മാര്. ഇത് രാഘവന്റെ അനിയനോ അളിയനോ മച്ചമ്പിയോ ശേഷകാരനോ ഒന്നുമല്ല. ഇതാണ് എന്റെ മകളുടെ ഭാവി വരൻ, കമ്പനീസ് ന്യൂ MD മിസ്റ്റർ ദിനേശ് ഫ്രം USA. ഹലോ സർ. ഹലോ. സാർ ഒരു 10 ദിവസം മുമ്പ് അമേരിക്കയിൽ നിന്ന് വന്നിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രയും ഗുരുതരാവസ്ഥയിലാവില്ലായിരുന്നു. സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാനുള്ളതും നല്ലതിന്. അതെ, അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ ഉപകാരം കൂടി ചെയ്താൽ നന്നായിരുന്നു. ഞാൻ ഇവിടെ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി ഒരു ഹോം ലോണിന് അപ്ലൈ ചെയ്തിരുന്നേ. അതിൽ ഭാര്യയുടെ വരുമാനം കാണിച്ചിരുന്നില്ല. ബാങ്കുകാർ അന്വേഷണത്തിന് വരുമ്പോ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നൊന്ന് പറഞ്ഞേക്കണേ.